ഫിക്കൽ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റി റോമിൽ നിന്നാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം നമ്മുടെ ഇതിന് മുൻപുണ്ടായിരുന്ന മാർപ്പാപ്പയുടെ ശിഷ്യനാണ്. ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ശിഷ്യനും കൂടെയാണ്. അപ്പോൾ നല്ലൊരു ബയോഡേറ്റയുള്ള അച്ഛൻ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അത് നമ്മൾ ശ്രവിക്കുക. അതിനു വേണ്ടിയിട്ട് എല്ലാവരെയും ഞാൻ ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. മൈക്ക് അൺമ്യൂട്ട് ചെയ്യാം. അച്ഛന് സംസാരിക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കേൾക്കാം അച്ഛാ, കേൾക്കാം. ആണല്ലേ, ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നമ്മൾ എത്ര പേരുണ്ട് ഇതിനകത്ത്? 60 പേര് കാണും. 65 പേര്. ഓക്കെ, 65 പേര്. ഓക്കെ, അതാണ് നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം അല്ലേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. കർത്താവായ യേശുവേ, അങ്ങയുടെ മനുഷ്യാവതാരത്തെയും അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയ രക്ഷയും ഞങ്ങൾ നന്ദിയോടുകൂടെ ഓർക്കുന്നു. അങ്ങയ്ക്ക് പ്രീതികരമായ വിധത്തിൽ വിശ്വാസ ജീവിതം നയിക്കാനും അങ്ങയ്ക്ക് പ്രിയപ്പെട്ടവരായി നിലകൊള്ളാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവിക രഹസ്യങ്ങൾ മനുഷ്യൻ്റെ കഴിവിനും ബുദ്ധിക്കും അതീതമാണെങ്കിലും അവിടുന്ന് അവ ഞങ്ങളോട് പങ്കുവയ്ക്കാൻ തിരുമനസ്സായി. അങ്ങയുടെ കാരുണ്യത്തെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. എളിമയോടുകൂടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കാനും അങ്ങയിൽ നിന്ന് കേൾക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവായ യേശുവേ, ദൈവിക രഹസ്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും ജ്ഞാനികളിൽ നിന്നും മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്നതിനാൽ കർത്താവ് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ശിശുക്കളുടെ ഹൃദയത്തോടുകൂടെ അങ്ങയുടെ ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചുള്ള ധ്യാനത്തിലും ആലോചനയിലും പഠനത്തിലും ഒക്കെ പ്രവേശിക്കാൻ ഞങ്ങളെ നിരന്തരം അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേമ്മ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. സ്തുതിയായിരിക്കട്ടെ. ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ? വ്യക്തമാണ്? ആണല്ലേ? ഞാൻ ഇങ്ങോട്ട് കേൾക്കുന്നത് മാത്രം കുറച്ച് പിരിവിരിപ്പോട് കൂടിയാണ്, അതുകൊണ്ടാണ് ചോദിച്ചത്. എനിക്ക് ഈ ക്ലബ് ഹൗസും എൻ്റെ പരിപാടിയിൽ അത്ര പരിചയമൊന്നുമില്ല. അതുകൊണ്ട് ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് അത്ര പരിചയമില്ല. ഈ സാധനം ഉപയോഗിക്കാറില്ല. കാരണം ഇതൊരു അനോണിമസ് പോലെ ഇരിക്കുന്നതുകൊണ്ടുകൂടിയാണെന്ന് പറഞ്ഞാൽ ആളുകളെ കാണുന്നില്ല, നമ്മൾ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. സോ ഓക്കെ. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് നമ്മൾ ആലോചിച്ച വിഷയം അത് വിശുദ്ധ ഗ്രന്ഥത്തിലെ ഇരുണ്ട ഭാഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഞാനതിനെക്കുറിച്ച് ഒരു ബ്രീഫിങ് വളരെ ചെറിയൊരു ബ്രീഫിങ് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ചോദ്യം ചോദിക്കാനുള്ള സ്പേസ് കൊടുക്കണം. നമുക്ക് ഏത് തരത്തിലുള്ള നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം എന്ന് പറഞ്ഞാൽ ഈ ശത്രുക്കളോട് ചോദിക്കുന്നത് പോലെ ചോദിക്കാം എന്നാണ് ഉദ്ദേശിച്ചത്. കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ പഠിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാനുള്ള ആഗ്രഹത്തോടു കൂടെ സഭ എന്താണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെയും അതിൻ്റെ ഭാഗങ്ങളെയും ഒക്കെ മനസ്സിലാക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് പറ്റുള്ളൂ. കാരണം ഇതിനകത്ത് ഓരോ കുഞ്ഞു വിഷയങ്ങളും ഒത്തിരി ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ എടുത്ത് പറഞ്ഞാലും ഒന്നും ആവാത്ത മാത്രം വലിയ കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പല വിഷയങ്ങളെക്കുറിച്ച് പറയേണ്ടി വരുമ്പം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ എല്ലാത്തിൻ്റെയും മുഴുവൻ കാരണങ്ങളും പറഞ്ഞ് ക്ലാരിറ്റി വരാനും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. പക്ഷെ എന്നാലും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ചില ഓറിയൻറ്റേഷൻസ്, ചില കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാവുന്നത് അങ്ങനെയൊക്കെ പറയാനാണ് നമുക്ക് സാധിക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിന് കൂടുതൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതേ തുടർന്നുള്ള കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് അങ്ങനെ സംസാരിക്കുകയും ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഡാർക്ക് പാസേജസ് എന്നാണ്. ആദ്യം എനിക്ക് പറയാനുള്ള കാര്യം, ഈ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് ഡാർക്ക് പാസേജസ് എന്ന് വിളിക്കുന്നത് ഉചിതമല്ല. അങ്ങനെ ഒരു പ്രയോഗം പൊതുവിൽ പല ആളുകളുടെ ഇടയ്ക്ക് അങ്ങനെയുണ്ട്. എന്നാലും അതിനെ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് പാസേജസ് എന്ന് പറയുന്നതാണ് ഉചിതം. കാരണം ഒന്നും അങ്ങനെ ഡാർക്കായിരിക്കുന്നു എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, പകരം അവ നമുക്ക് അഗ്രാഹ്യമായിരിക്കുന്നു എന്നാണ്. അഥവാ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതായിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ടൂളുകൾ ഉപയോഗിച്ചോ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന സങ്കേതങ്ങൾ ഉപയോഗിച്ചോ ഒക്കെ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വിശുദ്ധ ഗ്രന്ഥത്തിന് അതിനുള്ളിൽ അർത്ഥമുണ്ട്, അതിൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ട്. ഇനി വിശുദ്ധ ഗ്രന്ഥത്തിന്റെ പ്രബോധനത്തിന്റെ അവയുടെ പഠനത്തിന്റെ കുത്തക മുതലാളിമാർ നമ്മൾ ആരും ഇൻഡിവിജ്വൽസ് അല്ല, പകരം പരിശുദ്ധ സഭയാണ്. സഭയിൽ രചിക്കപ്പെട്ട, സഭയ്ക്ക് വേണ്ടി രചിക്കപ്പെട്ട, സഭയുടേതായിരിക്കുന്ന വചനത്തെ വ്യാഖ്യാനിക്കുന്നതും സഭ തന്നെയാണ്. അതുകൊണ്ട് മജിസ്റ്റീരിയം സഭയുടെ ഔദ്യോഗിക പ്രബോധനാധികാരം വചനത്തിന്റെ ഇന്റേണൽ പാർട്ടാണ്. അതായത്
വചനത്തിന് പുറത്തുള്ളതല്ല. എന്ന് പറഞ്ഞാൽ വചനത്തെ നോക്കുകയോ പഠിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടർ അല്ല മജിസ്തേരിയം. പകരം മജിസ്തേരിയം കൂടെ കൂടുന്നതാണ് സഭയുടെ വചനം എന്ന് പറയുന്നത്. വചനത്തിന് ശരിക്കും 3 ഏരിയകളുണ്ട്. അത് 3 കൂടിയാലേ ഉള്ളൂ വചനം എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുകയുള്ളൂ. ഏതൊക്കെയാണ് 3 എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തേത് എഴുതപ്പെട്ട വചനമാണ്. രണ്ടാമത്തേത് എഴുതപ്പെടാത്ത അല്ലെങ്കിൽ സഭയിൽ ജീവിക്കുന്ന വിശുദ്ധ പാരമ്പര്യമാകുന്ന വചനമാണ്. മൂന്നാമത്തേത് അതിൻ്റെ കസ്റ്റോഡിയൻ ആയിരിക്കുന്ന, അതിനെ വ്യാഖ്യാനിക്കുന്ന, അതിനെ വിശദീകരിക്കുന്ന, തുടർന്ന് പഠിപ്പിക്കുന്ന തിരുസഭയാകുന്ന, തിരുസഭയുടെ പ്രബോധനാധികാരമാകുന്ന വചനത്തിൻ്റെ ലോകമാണ്. ഇത് 3 കൂടി ചേരുമ്പോൾ മാത്രമേ വചനം എന്ന കാര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കുള്ളത് എന്താണ്? ബൈബിളാണുള്ളത്. പ്രധാനമായും പ്രൊട്ടസ്റ്റന്റുകാരും അല്ലെങ്കിൽ ആ തരത്തിൽ ചിന്തിക്കുന്നവരും കത്തോലിക്ക വിശ്വാസം തമ്മിലുള്ള വ്യത്യാസം, അവര് ഒരു പുസ്തക കേന്ദ്രീകൃതമായിട്ടാണ് ബൈബിളിനെ മനസ്സിലാക്കുന്നത്. അതായത് എഴുതപ്പെട്ട ഈ 73 അല്ലെങ്കിൽ 72 ഗ്രന്ഥങ്ങളെയാണ് വചനം എന്നവർ തെറ്റിദ്ധരിക്കുന്നത്. അത് വചനമല്ല, അതിനെ വചനമെന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല. കാരണം വചനം എന്ന് പറയുന്നത് അതൊരു വൈഡർ റിയാലിറ്റിയാണ്. വചനം എന്ന വൈഡർ റിയാലിറ്റിക്കകത്താണ് ബൈബിൾ ഉള്ളത്. അതുകൊണ്ട് ബൈബിളിലെ മുഴുവൻ ഭാഗവും വചനമാണ്. പക്ഷെ വചനം എന്ന് പറയുന്നത് ബൈബിളിൽ മാത്രമായിട്ട് നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റില്ല. അതിന് പുറത്ത് ഒത്തിരി കാര്യങ്ങളോട് കൂടി ചേരുമ്പോഴാണ് വചനം എന്ന യാഥാർത്ഥ്യം ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് വചനം പഠിക്കുക എന്ന് പറഞ്ഞാൽ ബൈബിളിലെ കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ ശ്രമിക്കൽ അല്ല സത്യത്തിൽ. അത് ഒരു പ്രൊട്ടസ്റ്റന്റ് സ്റ്റൈലിലുള്ള ബൈബിൾ പഠനമാണ്. എന്നാൽ യഥാർത്ഥ വചന പഠനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വചനത്തെ ഗ്രഹിക്കാൻ ശ്രമിക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 3 ഘടകങ്ങൾ ആവശ്യമുണ്ട്. റിട്ടൺ ഡോക്യുമെന്റ്, അതിൻ്റെ സ്ക്രിപ്ചർ, അത് നമ്മുടെ കയ്യിലുണ്ടാവണം. അതിൻ്റെ ഒരു ആധാരമാണ്, അടിസ്ഥാനമാണ്. ഇനി രണ്ടാമത്തേത് അതിൻ്റെ വൈഡർ റിയാലിറ്റി ആകുന്ന, അഥവാ വചനം കൂടി ഉൾക്കൊള്ളുന്ന വലിയ വചനത്തിൻ്റെ നിക്ഷേപമാകുന്ന തിരുസഭ. ആ തിരുസഭയാണ് യഥാർത്ഥത്തിൽ സമഗ്രമായി വചനത്തെ ഉൾക്കൊള്ളുന്നത്. അതിൽ നിന്ന് രേഖപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. തിരുസഭയിലുള്ള വചനത്തിന്റെ സമഗ്രതയിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ. അതും എഴുതിയതിന് ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടൊക്കെ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് പറയാം, എന്തിനു വേണ്ടി ഇത് എഴുതിയത് എന്നൊക്കെ. ഇനി അടുത്തത് അവയെ നയിക്കുന്ന, ഹോൾഡ് ചെയ്യുന്ന, കലർപ്പില്ലാതെ സൂക്ഷിക്കുന്ന, ആശങ്കകളിൽ വ്യക്തത കൊടുക്കുന്ന സഭയുടെ തന്നെ വചനത്തിന്റെ പാർട്ട് ആൻഡ് പാഴ്സലായ മജിസ്തേരിയമാണ്. മജിസ്തേരിയം എന്ന് പറഞ്ഞാൽ 2 അർത്ഥവും അതിനുണ്ട്. സഭയുടെ പ്രബോധന അധികാരം എന്ന ആ അധികാരത്തെ സൂചിപ്പിക്കും ഈ മജിസ്തേരിയം എന്ന വാക്ക്. അതോടൊപ്പം തന്നെ മജിസ്തേരിയം എന്നത് മാർപ്പാപ്പ തലവനായുള്ള മെത്രാൻ സംഘത്തെയാണ് മജിസ്തേരിയം എന്ന് വിളിക്കുന്നത്. ആ വാക്ക് പ്രധാനപ്പെട്ടതാണ്. വെറുതെ മെത്രാൻ സംഘത്തെ അല്ല, മാർപ്പാപ്പ തലവനായിരിക്കുന്ന, മാർപ്പാപ്പയോട് വിധേയത്വത്തിലായിരിക്കുന്ന മെത്രാൻ സംഘത്തെയാണ് മജിസ്തേരിയം എന്ന് വിളിക്കുന്നത്. കാരണം ഈശോ തെരഞ്ഞെടുത്ത സ്ലീഹന്മാർ, അവരാണ് ആദ്യത്തെ മെത്രാന്മാരും. ആ സ്ലീഹന്മാരും അവരുടെ പിൻഗാമികളുമാകുന്ന ആ സംഘത്തിനാണ് ഈ മിശിഹായുടെ സാക്ഷ്യം പരമേൽപ്പിച്ചിരിക്കുന്നത്, സുവിശേഷ സാക്ഷ്യം പരമേൽപ്പിച്ചിരിക്കുന്നത്. ആ സുവിശേഷ സാക്ഷ്യമാണ് വചനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് 3 കൂടി ഒരുമിച്ച് നമ്മുടെ കാര്യത്തുണ്ടാകുമ്പോഴാണ്, അഥവാ ഈ 3 നമ്മൾ ഒരുപോലെ വിധേയത്വത്തിലായിരിക്കുമ്പോഴാണ് നമുക്ക് ഒരാൾക്ക് വചന സമീപസ്ഥമായിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ എഴുതപ്പെട്ട ഒരു ഡോക്യുമെന്റ് അത് മറ്റേതൊരു നോവലിനെയും പോലെ ഒരു പുസ്തകമായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. അങ്ങനെ ഞാൻ എടുത്തു പറയുന്നത് ബൈബിളിന് വിലയില്ലാത്തത് കൊണ്ടല്ല, പകരം അത് തന്നെയാണ് തിരുസഭയുടെ ഔദ്യോഗികമായ പ്രബോധനവും. CCCയിൽ അങ്ങനെ പഠിപ്പിക്കും. ബെനഡിക്ട് മാർപ്പാപ്പ പല പ്രാവശ്യം അങ്ങനെ എഴുതും, ഇങ്ങനെ പഠിപ്പിക്കും: ക്രിസ്ത്യാനിറ്റി ഈസ് നോട്ട് എ റിലീജിയൻ ഓഫ് എ ബുക്ക്. ക്രിസ്ത്യാനിറ്റി എന്നത് ഒരു പുസ്തകത്തിൻ്റെ മതമല്ല, വെറുതെ ഒരു പുസ്തകത്തിൻ്റെ മതമല്ല. പകരം അത് മിശിഹ തന്നെയാണ്, മിശിഹായിലുള്ള ജീവിതമാണ്. ഒരു പുസ്തകം, ആ പുസ്തകത്തെ ചുറ്റിപ്പറ്റിയുള്ളൊരു മതമല്ല. അതേസമയം ഇസ്ലാം അവരെ കാണുന്നത് അങ്ങനെയാണ്. ഖുറാന്റെ മതമായിട്ടാണ് അവർ ഇസ്ലാമിനെ കാണുന്നത്. അപ്പോൾ ഖുറാൻ എന്ത് പറയുന്നോ അതിന് വേറെ ആരും വ്യാഖ്യാനിക്കുകയും വേണ്ട, വിശദീകരിക്കുകയും വേണ്ടത്, അങ്ങനെ തന്നെ എടുത്താൽ മതി, അതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി എന്നാണ് അവർ ധരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അതൊരു മതത്തിൻ്റെ, ഒരു പുസ്തകത്തിൻ്റെ മതമാണ്. എന്ന് പറഞ്ഞാൽ ഖുറാൻ ഇല്ലാതാകുന്നതോടുകൂടെ ഇസ്ലാം ഇല്ലാതാവും. ഖുറാൻ ഒരു കാര്യം ഇല്ലെങ്കിൽ ഇസ്ലാം ഇല്ല. എന്നാൽ ക്രിസ്ത്യാനിറ്റിക്ക് അങ്ങനെയല്ല. ബൈബിൾ മുഴുവനും നഷ്ടപ്പെട്ടാലും കത്തോലിക്ക വിശ്വാസം നിലനിൽക്കും, അഥവാ വചനം നിലനിൽക്കും, തിരുസഭയുടെ വചനം അത് നിലനിൽക്കും. അപ്പം അതുകൊണ്ട് ആ അർത്ഥത്തിൽ വേണം നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ. അപ്പം അതുകൊണ്ട് തന്നെ ഇനി അടുത്ത കാര്യം, ഈ വിശുദ്ധ ഗ്രന്ഥം അത് ദൈവനിവേശിത ഗ്രന്ഥമാണ്. അതെന്താണ് എന്നൊക്കെ നിങ്ങൾ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് പറയാം. ദൈവനിവേശിത ഗ്രന്ഥമാണ്. അതിനകത്ത് അനേകം ഓതേഴ്സ് ഇൻവോൾവ് ആയിട്ടുണ്ട്. അവർ പലതരത്തിലുള്ള രചനാ സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒക്കെ ലക്ഷ്യം ഒരൊറ്റ സിംഗിൾ ത്രെഡിലുള്ള രക്ഷാ സന്ദേശം കൈമാറുക എന്നുള്ളതാണ്.
രക്ഷാ സന്ദേശം കൈമാറുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് തന്നെ പുതിയ നിയമവും പഴയ നിയമവും തമ്മിൽ വലിയ സാരമായ വ്യത്യാസമുണ്ട്. പഴയ നിയമം അതിൻ്റെ അർത്ഥവും അതിൻ്റെ ഉദ്ദേശവും ഒന്ന്, പുതിയ നിയമത്തിൻ്റെ അർത്ഥവും ഉദ്ദേശവും പ്രസക്തിയും പ്രാധാന്യവും മറ്റൊന്ന്. ഇത് രണ്ടും വ്യത്യാസമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, രണ്ടും ഈക്വലി റെവറൻഷ്യൽ ആയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥമാണ്. അഥവാ പഴയ നിയമം വിശുദ്ധ ഗ്രന്ഥമാണ്, അതുപോലെ തന്നെ പുതിയ നിയമവും വിശുദ്ധ ഗ്രന്ഥമാണ്. ഇനി ഇതിനകത്ത് എന്താ പ്രത്യേകതയുള്ളത് അതിൻ്റെ ജീവനോദ്ദേശത്തിലാണ്. എന്ന് പറഞ്ഞാൽ പഴയ നിയമം ക്രൈസ്തവന്റെ ജീവിത നിയമമാകുന്നില്ല. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാലോ, പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളുമുണ്ട്, മറ്റ് ഇതര പുസ്തകങ്ങളുമുണ്ട്. അപ്പം സുവിശേഷത്തിന്റെ കാറ്റഗറി വേറെ, മറ്റ് പുസ്തകങ്ങളുടെ എല്ലാത്തിൻ്റെയും വേറെ. ഇനി ഇതിനകത്ത് പുതിയ നിയമത്തിൽ തന്നെയും പുതിയ നിയമം മുഴുവനും നമ്മുടെ ജീവിത നിയമം എന്ന് പോലും പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയുന്നതിന് തെറ്റില്ല. എന്തുകൊണ്ടാണ് പറയാൻ പറ്റില്ല എന്നും പറഞ്ഞതെന്ന് ഞാൻ പറയാം. പുതിയ നിയമം അതിനകത്ത് സുവിശേഷമുണ്ട്, മറ്റ് ലേഖനങ്ങളും വെളിപാടും ഒക്കെയുണ്ട്. ഈ സുവിശേഷങ്ങളാണ് ക്രൈസ്തവന്റെ ജീവിത നിയമം. അഥവാ സുവിശേഷങ്ങളാണ് മിശിഹ സമ്പൂർണ്ണമായിരിക്കുന്നത്. മിശിഹായുടെ വാക്കും പ്രവൃത്തികളും ഉൾച്ചേർന്നിരിക്കുന്നത് സുവിശേഷത്തിലാണ്. ഇനി ലേഖനങ്ങളപ്പോൾ എന്താണ്? ആ സുവിശേഷത്തിന്റെ വ്യാഖ്യാനങ്ങളാണ് ലേഖനങ്ങൾ. സുവിശേഷ വ്യാഖ്യാനങ്ങളാണ് ലേഖനങ്ങൾ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വെളിപാട് പുസ്തകം എന്താണ്? അത് മറ്റൊരു മാന്ത്രിക ഗ്രന്ഥമല്ല. പകരം വെളിപാട് പുസ്തകം സുവിശേഷത്തിന്റെ തന്നെ കണ്ടന്റിനെ ഒരു പ്രതീകാത്മക ഭാഷയിൽ, അപ്പോക്കലിപ്റ്റിക് ലിറ്ററേച്ചർ എന്ന് പറയുന്ന പ്രതീകാത്മക സ്വഭാവമുള്ള മറ്റൊരു സാഹിത്യ രൂപത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു സമാന സുവിശേഷം എന്ന് മനസ്സിലാക്കേണ്ടതുള്ളൂ. അങ്ങനെയാണത്. അപ്പം അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ക്രൈസ്തവന്റെ ജീവിത നിയമം എന്ന് പറയുന്നത് സുവിശേഷമാണ്. ഇനി സുവിശേഷത്തിനകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, അതിനകത്ത് തന്നെയുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുള്ള രചന, അതിൻ്റെ ഓരോ കാര്യങ്ങൾക്കും വ്യത്യസ്തമായ ഉദ്ദേശങ്ങളാണ് ഉള്ളത്. ഇപ്പോൾ സുവിശേഷത്തിലാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ നമ്മൾ വെറുതെ അറിയാൻ വേണ്ടി മാത്രം എഴുതപ്പെട്ടതുണ്ട്. എന്നാൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടാതെ കണ്ണടച്ച് വിശ്വസിച്ച് ചെയ്യാൻ വേണ്ടി എഴുതപ്പെട്ട കാര്യങ്ങളുണ്ട്. എല്ലാത്തിനെയും ഒരേ കാറ്റഗറിയിൽ എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടുന്ന് പറയുകയാണ്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, ഞാനാണ് പുനരുത്ഥാനം, അല്ലെങ്കിൽ ഇതെൻ്റെ ശരീരമാകും, നിങ്ങളിത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇതൊക്കെ ലിറ്ററൽ മീനിങ് ഉള്ളതാണ്. എന്നാൽ വേറെ ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ലിറ്ററൽ മീനിങ് അല്ല ഉള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബലി അനുസരണത്തെക്കാളും താഴെയുള്ളൊരു കാര്യമാണെന്നല്ല. ഒരു തരം ഫ്രേസാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക ആക്സെന്റ് കൊടുക്കാൻ വേണ്ടി കർത്താവ് ഉപയോഗിക്കുന്ന ഒരു പഴഞ്ചൊല്ലിന് സമാനമായ ഒരു പ്രയോഗമാണ്. അപ്പോൾ അതിന് ആ ഡോക്ട്രൈനൽ ക്യാരക്ടറിനകത്ത് ശകലം വ്യത്യാസം വരും. ഇനി ചില കാര്യം വെറുതെ അറിയാൻ വേണ്ടി മാത്രം, ഞാനിപ്പോൾ രണ്ടാമത് പറഞ്ഞ ഉദാഹരണം അത്ര നല്ല ഉദാഹരണമല്ല, ധാരാളം ഉദാഹരണങ്ങൾ വേറെ പറയാനുണ്ട്, തൽക്കാലം നമ്മൾ ചോദിക്കുന്നതനുസരിച്ചൊക്കെ പറയാമല്ലോ. ഇനി മൂന്നാമത്തെ ഒരു ഏരിയ എന്ന് പറയുന്നത് വെറുതെ അറിയാൻ വേണ്ടി മാത്രം എഴുതപ്പെട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, അവൻ നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞത് പോയി തൂങ്ങിച്ചെത്തു, യൂദാസിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു തെറ്റ് പറ്റിയാൽ ഉടനെ അതുപോലെ അനുവർത്തിക്കാൻ വേണ്ടി എഴുതിയിരിക്കുന്നതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനാണ് അവന് വന്ന അതെന്താണെന്ന് നമ്മൾ ചുമ്മാ അറിയുക എന്ന് മാത്രമേ അതിന് ഉദ്ദേശമുള്ളൂ. നമ്മളത് ജീവിക്കാനോ ആവർത്തിക്കാനോ ഉദ്ദേശിക്കുന്നില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടാത്ത കാര്യം പോലും നമ്മുടെ അറിയിക്കലിന് വേണ്ടി, നമ്മൾ അറിയാൻ വേണ്ടിയോ, നമുക്ക് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയോ, അല്ലെങ്കിൽ നമുക്ക് മാതൃകയാകേണ്ടതിന് വേണ്ടിയോ, ചിലപ്പോൾ നമ്മളെ വാൺ ചെയ്യേണ്ടതിന് വേണ്ടിയോ പോലും എഴുതിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വളരെ വിശാലമായ തലങ്ങളുള്ള, അർത്ഥങ്ങളുള്ള, പ്രോബ്ലംസ് ഉള്ള ഒരു വലിയ ലോകമാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ലോകം. ഇനി ഇതിനെ പല ആളുകളും വളരെ ദുർബലമായും പരിമിതമായും ബാലിശമായും വ്യാഖ്യാനിക്കാറുണ്ട്. ചിലർ തീർത്തും ഒരു സയന്റിഫിക് ഇന്റർപ്രിട്ടേഷൻ ബൈബിളിന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ തീർത്തും ശാസ്ത്രത്തെ എങ്ങനെ ബൈബിളിനകത്ത് കലർത്താം എന്ന് ആലോചിച്ചിട്ട് ഇതിനകത്ത് ഇങ്ങനെ പറയണ കാര്യം ഇന്ന ശാസ്ത്ര സത്യം കണ്ടുപിടിച്ചതിൻ്റെ ഒരു തെളിവായിരുന്നു, അല്ലെ അതിന് സൂത്രത്തിൽ രഹസ്യത്തിൽ ബൈബിളിൽ അന്ന് എഴുതി വെച്ചിരുന്നതാണ് എന്ന മട്ടിൽ അവതരിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ ബിലിറ്റിലിംഗ് ഓഫ് സയൻറ്റിഫിക് റിയാലിറ്റീസ് ഇൻ ബൈബിൾ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ബൈബിളിൽ പറയുന്ന ഓരോ ചില കാര്യങ്ങൾ അത് വേറൊരു പ്രപഞ്ചത്തിൽ നടക്കാവുന്ന ഒരു ജോഗ്രഫിക്കലോ അല്ലെങ്കിൽ ബയോളജിക്കലോ ഒക്കെ ആയ എന്തോ ഒരു കുഞ്ഞു കാര്യമായിരുന്നു, അത്രയേ നടന്നിട്ടുള്ളൂ എന്ന മട്ടിൽ അതിനെ ബെലിറ്റിൽ ചെയ്യുന്ന വ്യാഖ്യാനങ്ങൾ നടക്കാറുണ്ട്. ഇനി വളരെ എന്താ പറയുക, സ്പിരിച്വൽ മാത്രമായ വ്യാഖ്യാനങ്ങൾ നടക്കാറുണ്ട്. എന്ത് കാര്യം കണ്ടാലും അത് എങ്ങനെ എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ആവും, അതിൽ നിന്ന് ഈശോ എന്നോട് എന്താ പറയുന്നത് എന്ന വിധത്തിൽ വെറുതെ ചുമ്മാ ആലോചിക്കുന്ന എന്ന് പറഞ്ഞാൽ എഴുതും പഠിച്ചിട്ടൊന്നുമല്ല, എൻ്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അത് വായിച്ചപ്പോൾ അങ്ങനെ മാത്രം വ്യാഖ്യാനിക്കുന്നവരുണ്ട്. ഇതിൽ പലതും നമുക്ക് ആവശ്യം വരും. പക്ഷേ
ഇനി മറ്റു ചിലരാണെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗങ്ങളെ എന്താ പറയുക തീർത്തും ഹിസ്റ്റോറിക്കലായിട്ട് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ചരിത്രം പഠിക്കാൻ വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്നു. നെബൂഖദ്നേസറിന്റെ കാലഘട്ടം എത്രയാണ്, മനുഷ്യവംശത്തിന് എത്ര കാലം പഴക്കമുണ്ട്, എത്ര അങ്ങനത്തെ ചില രസകരമായ ഇന്നെല്ലാവരും കോമഡി ആയിട്ട് കണക്കാക്കുന്ന പല സോക്കോൾഡ് ഫൈൻഡിങ്സും പുറത്തു വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ആയുഷ്കാലം ബൈബിളിലെ ആളുകളുടെ ഒക്കെ പ്രായമെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ട് ഇത്ര വർഷം മുമ്പ് ഉണ്ടായത് എന്ന് പറയുന്നത് പോലെ തീർത്തും ബാലിശവും നിരർത്ഥകവും ദയനീയവുമായ ഉപയോഗം ബൈബിളിനെ കൊണ്ട് നടത്തുന്ന ആൾക്കാരും ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഹിസ്റ്ററി പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സയൻസ് പഠിക്കാൻ വേണ്ടി, ചിലപ്പം സോഷ്യോളജി പഠിക്കാൻ വേണ്ടി അതൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം ഉദാഹരണത്തിന് ഒരു 2000-2500 വർഷം മുമ്പത്തെ ഇസ്രായേലിന്റെ സോഷ്യൽ സിനാരിയോ എങ്ങനെയായിരുന്നു എന്നറിയാൻ വേണ്ടി ബൈബിൾ ഉപയോഗിക്കുന്നത് തെറ്റൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത് വചനം പഠനമാണെന്ന് പറയരുതെന്ന് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ്. അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതാണ് വചനം പഠിക്കൽ എന്ന് വിളിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം ഒരു ചരിത്രകാരന് അടിസ്ഥാന ചരിത്ര സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഒരു ചെറിയ ധാരണ ഉണ്ടാകാൻ ബൈബിൾ ഉപയോഗിക്കുന്നത് തെറ്റില്ല. പക്ഷേ ഇതൊരു ചരിത്ര ഗ്രന്ഥമാണ് എന്ന തെറ്റിദ്ധാരണയോടെ ഉപയോഗിക്കാൻ പാടില്ല എന്നതുമാണ് അതിൻ്റെ കാര്യം. ഇത്രയും കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കുഞ്ഞു കാര്യം മാത്രം പറഞ്ഞിട്ട് നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിന് ഉത്തരം പറയുന്നതായിരിക്കുമല്ലോ കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾക്ക് ഏത് സ്ഥലത്തുനിന്ന് വേണം ചോദിക്കാം, എങ്ങനെ വേണം ചോദിക്കാം, ചോദിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അങ്ങനെ പറയുമ്പം ഞാൻ അതിൻ്റെ മറുപടി പറയുന്നത് നമ്മൾ ഒഫൻഡഡ് ആവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എന്താണ് സഭ പഠിപ്പിക്കുന്നതെന്ന് മാത്രമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അല്ലാണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ ഞാൻ ശ്രമിക്കില്ല, അത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. കർത്താവ് എന്താണ് സഭയ്ക്ക് കൈമാറിയിരിക്കുന്നത്, തിരുസഭ അതിനെ എങ്ങനെയാണ് കാണുന്നത്, നമ്മൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്, എങ്ങനെ മനസ്സിലാക്കുന്നതായിരിക്കും ഉചിതം എന്ന് തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു തിയോളജിക്കൽ ലോജിക്കൽ എക്സ്പ്ലനേഷൻ തരാനായിരിക്കും ഞാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണം ചോദിക്കാം. ഞാനിത് കേട്ടാൽ ഇതെന്താ ഇങ്ങനെ ചോദിക്കണമെന്ന് വിചാരിക്കുമോ എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ ചോദിക്കുന്നത് ഹാർഡായിട്ടാണെങ്കിൽ ഞാൻ ഹാർഡായിട്ട് എൻ്റെ ആൻസർ ചെയ്യാം, സോഫ്റ്റായിട്ടാണ് സോഫ്റ്റായിട്ട് ആൻസർ ചെയ്യാം. എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. താങ്ക് യു അച്ഛാ. അല്ല, സീജാൻ മോഡറേറ്റ് ചെയ്തില്ലല്ലോ അല്ലേ? ഓക്കെ ബിനോയ് എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല, ക്വസ്റ്റ്യൻ എടുത്തോളാം. ഞാനത് സീജാനെ ഒന്ന് ഏൽപ്പിച്ചതായിരുന്നു. ഓക്കെ ഞാൻ തൽക്കാലം ഞാൻ ഒരു മാട്ടുകുട്ടിയും കൂടി ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ പാനൽ ഒന്ന് പിന്നെ ഹാൻഡ് റൈസിംഗ് ഒന്ന് ഓഫ് ചെയ്യാണ്. നമ്മള് കുറച്ച് ഈ ചോദ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരെ എടുക്കാം. റെഡിയാണെങ്കിൽ ചോദ്യം ചോദിച്ചോളൂ. ഹലോ അച്ഛൻ കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കുന്നത്, പക്ഷെ ഭയങ്കര പതറിയാണല്ലോ കേൾക്കുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ തുടർന്നോളൂ. ഓക്കെ അച്ഛോ, എനിക്ക് 3 ചോദ്യങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ചോദ്യം, അച്ഛൻ ഡോഗ്മാറ്റിക് തിയോളജിയിലാണ് സ്പെഷ്യലൈസ് ചെയ്തതെന്ന് പറയുന്നത് കൊണ്ട് ഇത് ബൈബിളായിട്ട് വേണമെങ്കിൽ നമുക്ക് ബിബ്ലിക്കൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം ഇവിടെ വളരെയധികം ഉയർന്നു വന്നിട്ടുള്ള ഞങ്ങളുടെ ഇടയിൽ തന്നെ വളരെ സ്പ്ലിറ്റ് ഉണ്ടാക്കിയ, കത്തോലിക്കരുടെ ഇടയിൽ തന്നെ വളരെ സ്പ്ലിറ്റ് ഉണ്ടാക്കിയ വിഷയം തന്നെയാണത്. അതായത് മുമ്പൊരിക്കലും ഒരു അച്ഛൻ ഇവിടെ വന്നിട്ട് ഈ പറയുന്ന പോളിജെനിസം, അതായത് പല ആദമും അവയിൽ നിന്ന്, അല്ലെങ്കിൽ പല പാരൻസിൽ നിന്നാണ് നമ്മുടെ ജനറേഷൻ പ്രൊപ്പഗേറ്റ് ചെയ്തതെന്നുള്ള ഒരു ആശയം പറഞ്ഞപ്പോൾ നമ്മുടെ പല കത്തോലിക്കർക്കും അത് അംഗീകരിക്കാൻ പറ്റിയില്ല. അവർ അതിനെ ഹൈലൈറ്റ് ചെയ്തത് ഒന്ന് നമ്മുടെ ഈ പറയുന്ന പോപ്പ് പയോ 12-ാമൻ്റെ മാർപ്പാപ്പയുടെ ഹ്യൂമാനി ജനറിസ് ഡോക്യുമെന്റ് വെച്ചിട്ടാണ്. അപ്പൊ അതായത് അതിൻ്റെ അകത്ത് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? കാരണം നോ കാത്തലിക് ക്യാൻ ഹോൾഡ് ദാറ്റ് ആഫ്റ്റർ ആദം there existed on exist earth true men who did not take their origin through natural generation from his as from the first parents of all. അപ്പോൾ ഈ ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഹ്യൂമാനി ജനറിസിന്റെ ഈ പർട്ടിക്കുലർ 37th പാരഗ്രാഫാണെന്നോണെ അത് വെച്ചിട്ടാണ് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പോലുള്ള സ്കോപ്പ് നമുക്ക് ഇല്ല എന്ന് ചില കത്തോലിക്കർ വാദിച്ചത്. കാരണം അവർ ട്രഡീഷണലി ഇത് കാത്തലിക് ബിലീഫാണ്. അപ്പോൾ ഈ അച്ഛനത് പറഞ്ഞപ്പോൾ അത് വളരെ വിവാദമുണ്ടായി കത്തോലിക്കരുടെ ഇടയിൽ. പക്ഷെ അച്ഛൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാൻ സഭാപരമായിട്ട് തന്നെയാണ് പറയുന്നത്. കാരണം ഞാൻ അതേ വേറെ ഇന്റർനാഷണൽ തിയോളജിക്കൽ കമ്മീഷന്റെ 2004 ഡോക്യുമെന്റ് കമ്മ്യൂണിയൻ ആൻഡ് സ്റ്റിവാർഡ്ഷിപ്പിനെ കുറിച്ചിട്ട് ആളൊക്കെ പറഞ്ഞു അത് ഞാൻ ഒരിക്കലും കത്തോലിക്ക വിരുദ്ധമായിട്ടല്ല ഈ പറയുന്ന പോളിജെനിസം എന്നുള്ള വ്യൂ ഹോൾഡ് ചെയ്യുന്നത്. അത് അങ്ങനെ സഭ അതിനെ സാധ്യത വന്നിട്ടുണ്ട്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഇത്തരം
പഴയ മാർപ്പാപ്പയുടെ ഈ ചാക്രിക ലേഖനത്തിലുള്ള എൻസൈക്കിളുകളിലുള്ള ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഇത് ഒരു റെഗുലേഷൻ, അന്നത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസിപ്ലിനറി ചട്ടം അല്ലെങ്കിൽ റെഗുലേഷൻ ആയിരുന്നോ, അതായത് എക്കാലത്തേക്ക് നമുക്ക് ഇനി ഒരു ഓപ്ഷനേ ഇല്ല? എന്താണ് അച്ഛ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ഈ പോളിജീനിസം എന്ന് പറയുന്നത് ഒത്തിരി ആളുകൾക്ക് ഒത്തിരി ആശങ്ക ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ എല്ലാവർക്കും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണമെന്നില്ല. അതായത് ഒറ്റവാക്കി പറഞ്ഞാൽ, ദൈവം ആദം ഹവ്വ എന്ന രണ്ട് മനുഷ്യരെ, ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും ആണ് സൃഷ്ടിച്ചത്. അവരുടെ മക്കളുടെ മക്കൾ അങ്ങനെയാണ് ഭൂവംശം മുഴുവനും വളർന്നു വന്നത് എന്ന് കരുതുന്നതാണ് യൂനിജനിസം എന്ന് പറയുന്നത്. ഇനി പോളിജനിസം എന്ന് പറഞ്ഞാൽ ധാരാളം മനുഷ്യർ ഒരുമിച്ചുണ്ടായി, വിവിധ വർഗ്ഗങ്ങളിൽ അങ്ങനെ പല വിധത്തിൽ മനസ്സിലാക്കാറുണ്ട്. ധാരാളം ആളുകൾ ഒരുമിച്ച് ജനിച്ചു, അഥവാ മനുഷ്യവംശമാണ് ജനിച്ചത് എന്ന് കരുതുന്ന ഒരു തിയോളജിക്കൽ ബ്രാഞ്ചും ഇതിനകത്തുണ്ട്. ഇനി ഇതിനെ നമ്മൾ എങ്ങനെ കാണണം എന്ന് ചോദിച്ചാൽ വളരെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഒന്നാമത്, വിശുദ്ധ ഗ്രന്ഥം എന്താണ് ഈ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നത് എന്നാണ്. രണ്ട് വിവരണങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണും. അത് രണ്ടും 4 തരത്തിലുള്ള ഉൽപ്പത്തിയുടെ സോഴ്സുകളാണ് ഉള്ളത്. ഉൽപ്പത്തി പുസ്തകത്തിനകത്ത്, പ്രത്യേകിച്ച് ആദ്യത്തെ 10-12 പാരഗ്രാഫ് ചാപ്റ്റേഴ്സിനകത്ത് ഒരു 4 സോഴ്സസ് ഉപയോഗിക്കും നമ്മൾ കാണാൻ പറ്റും. ഡ്യൂട്രോണോമിക്കായിട്ട് സോഴ്സ് ഉണ്ട്, പ്രീസ്റ്റലി ഉണ്ട്, ലെവിറ്റിക്കസ് ഉണ്ട്. അങ്ങനെ 3-4 ഡിഫറെൻറ്റ് സോഴ്സസ് ഉപയോഗിച്ചിട്ടാണ് അത് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 തരത്തിലുള്ള ക്രിയേഷൻ നരേറ്റീവ് ഉണ്ട്. ഒന്ന്, ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. മറ്റൊന്ന്, അവനെ കൈകൊണ്ട് മെനഞ്ഞ് സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. പക്ഷേ ഈ രണ്ടിനകത്തും പറയുന്നത് ദൈവം 2 പേരെ സൃഷ്ടിച്ചു എന്നാണ്. ഒരിടത്ത് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, മറ്റൊരു സ്ഥലത്ത് കുറെ കൂടെ ഫോക്കസ്ഡ് ആയിട്ട് കോൺക്രീറ്റ് ആയിട്ട് പറയും, ദൈവം ആദ്യം ആദത്തെ പൊടിയിൽ നിന്ന് എടുത്തു സൃഷ്ടിച്ചു, അത് കഴിഞ്ഞ് അവനെ ഉറക്കിക്കിടത്തിയിട്ട് അവൻ്റെ വാരിയലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കും. ഇനി ഇത് സഭാപിതാക്കന്മാരൊക്കെ ഈ ആദത്തെ ഹവ്വയെയും ആദത്തിന്റെ സന്തതി എന്ന അർത്ഥത്തിൽ മനുഷ്യരെ വിളിക്കും. പൗലോസ്ലീഹയുടെ ലേഖനങ്ങൾക്കകത്തൊക്കെ നമ്മൾ ഒന്നാമത്തെ ആദം, രണ്ടാമത്തെ ആദം എന്ന പരാമർശങ്ങൾ കാണും. ഒരു മനുഷ്യൻ മൂലം പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചെങ്കിൽ മറ്റൊരു മനുഷ്യൻ മൂലം എന്ന് പറയുന്നത് പോലെ ഒരു സിംഗിൾ മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ ആദത്തെക്കുറിച്ച് പറയും. ഇനി ഇതിനകത്ത് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് ഇതിനെ തിരിച്ചറിയേണ്ടത് എന്നാണ്. ഈ ഹ്യൂമാനി ജനറലിസത്തിനകത്തൊക്കെ മാർപ്പാപ്പ പറയുന്ന വിഷയങ്ങൾ അത് എന്തിനെ സൂചിപ്പിക്കുന്നതാണ് എന്നൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടത്. ഒന്നാമത്തെ കാര്യം, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഈ ആദ്യത്തെ ചാപ്റ്ററുകൾ, ആദ്യത്തെ 12 ചാപ്റ്ററുകൾ, അബ്രാഹത്തിൻ്റെ വെളി വരെയുള്ള ഭാഗം മുഴുവനും അത് ഹിസ്റ്റോറിക്കൽ നരേറ്റീവും അല്ല, സയന്റിഫിക് നരേറ്റീവും അല്ല. പകരം അതിനെ വിളിക്കുന്നത് ഹിസ്റ്റോറിക്കോ തെയോളജിക്കൽ നരേറ്റീവ് എന്നാണ്. ഹിസ്റ്റോറിക്കോ തെയോളജിക്കൽ നരേറ്റീവ് എന്ന് പറഞ്ഞാൽ ചരിത്രാത്മക യാഥാർത്ഥ്യങ്ങളെ കണക്കിലെടുത്തുകൊണ്ടോ അല്ലെങ്കിൽ അവയെ അല്പമൊക്കെ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെ അവയെ അവലംബമാക്കിക്കൊണ്ടോ ദൈവശാസ്ത്രം അവതരിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അവിടെ ചരിത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചരിത്രത്തിന്റെ ഭാഗങ്ങളുണ്ടാകാം, അംശങ്ങളുണ്ടാകാം, അതിൻ്റെ ഉപയോഗം നടന്നിട്ടുണ്ട്. എന്നാൽ ആ ചരിത്രം പറയുക എന്നുള്ളത് ആ നരേഷന്റെ ഉദ്ദേശവുമല്ല. പകരം അവയെ അവലംബിച്ചുകൊണ്ട് ഒരു തിയോളജിക്കൽ രഹസ്യം, ഒരു ദൈവിക രഹസ്യം അവതരിപ്പിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ഈ വിശുദ്ധ ഗ്രന്ഥകാരന്മാരിലൂടെ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊക്കെ ചരിത്രത്തിന്റെ ഭാഗങ്ങളൂടെ കാണും ഈ മൊത്തം ആദ്യത്തെ ഉൽപ്പത്തിയുടെ ഭാഗത്ത്. ഇനി ഇതിനകത്ത് മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും ഒക്കെ പറയുന്ന ഭാഗങ്ങളുടെ കാര്യം എടുക്കാം. അവിടെയാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ ഒരു ആമുഖമാണ്. ഈ 12 അധ്യായങ്ങളും വിശുദ്ധ ആമുഖമാണ്. ഇനി ദൈവത്തിന്റെ മനുഷ്യനെയും പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് പറയുന്നത് സൃഷ്ടി ചരിത്രത്തിന്റെ ഒരു ആമുഖമാണ്. അഥവാ മനുഷ്യൻ അബ്രഹാത്തെ ദൈവം വിളിച്ചു എന്ന് പറഞ്ഞങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ അബ്രഹാം എവിടെ നിന്ന് വന്നു, ആരാണ് ഈ വിളിച്ചയാൾ എന്ന് പറയുന്ന ചോദ്യങ്ങളെല്ലാം നിലനിൽക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന് തുടക്കത്തിൽ ഒരു ആമുഖം പോലെ ഒരു പ്രതീകാത്മക വിവരണം കൊടുക്കുന്നതാണ്. മനുഷ്യവംശത്തിന്റെ ഉൽപ്പത്തിയുടെ ഒരു പ്രതീകാത്മക വിവരണം. അവിടുത്തെ ഫോക്കസ് ദൈവത്തിന്റെ സൃഷ്ടിയുടെ ക്യാരക്ടറാണ്, നേച്ചറാണ് അവിടുത്തെ ഫോക്കസ്, സൃഷ്ടിച്ച വിധമല്ല. എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലാണ്, പൊടി കൊണ്ടാണോ കളിമണ്ണ് കൊണ്ടാണോ അതോ ഇനി വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിച്ചാണോ സെല്ലുകൾ വാരിക്കൂട്ടിയിട്ടാണോ എന്നത് അവിടുത്തെ ചർച്ചാ വിഷയമേ അല്ല.
എന്തുകൊണ്ടാണ് ചർച്ചാ വിഷയം അല്ലാതാകുന്നത്? പ്രധാനപ്പെട്ടതല്ലാത്തതുകൊണ്ടല്ല, അത് കണ്ടുപിടിക്കാൻ ദൈവം, അഥവാ അത് സൃഷ്ടിച്ച വിധം ദൈവം എഴുതിയിരിക്കുന്ന ഇടമുണ്ട്. ആ ഇടമാണ് ഒരാളുടെ ബ്രെയിൻ. അതാണ് ഒരാളുടെ ബ്രെയിൻ. അത് വെച്ചാൽ മനുഷ്യവംശത്തിന് നൽകിയിരിക്കുന്ന ബുദ്ധി ഉപയോഗിച്ച് അവൻ അന്വേഷിക്കാനും അവന് കണ്ടെത്താനും അവൻ ഉൾപ്പെടുന്ന മനുഷ്യവംശത്തെ പരിശീലിപ്പിക്കാനുമുള്ള സാധ്യത ദൈവം ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സയൻസിനെ ദൈവം തള്ളിക്കളയുന്നു എന്നല്ല, സയൻസും സയന്റിഫിക് എൻക്വയറികളും ദൈവം മനുഷ്യന്റെ ബ്രെയിനിന് വിട്ടിരിക്കുന്നു, അഥവാ അവന്റെ പഠനത്തിന് വിട്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അങ്ങനെയാണെങ്കിൽ ദൈവം എന്തിനാണ് ഈ ആദ്യ ഭാഗം എഴുതിപ്പിച്ചതിൻ്റെ ഉദ്ദേശം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരിക എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥവും സയൻസും തമ്മിലുള്ള അകലം എന്താണ്? നമുക്ക് മറ്റു ചോദ്യങ്ങൾക്ക് ഇത് ആവശ്യം വരും, അതുകൊണ്ട് ഞാനൊരു വാക്കിനെ കുറിച്ച് പറയുന്നത്. അകലം എന്താണെന്ന് ചോദിച്ചാൽ, സയൻസ് ഹൗ എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം എന്തിന് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് ലോകങ്ങളാണെന്ന് കരുതേണ്ടതില്ല. അഥവാ ദൈവിക രഹസ്യങ്ങളുടെ പഠനത്തിന്റെ തന്നെ രണ്ട് ഭാഗങ്ങളാണ് സയൻസും വിശുദ്ധ ഗ്രന്ഥവും എന്ന് പറയുന്നതിനകത്തും വലിയ തെറ്റൊന്നുമില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ കുഞ്ഞൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ കിട്ടും. ഉദാഹരണത്തിന്, ലോകത്തിൽ വാച്ച് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലാന്ന് വിചാരിക്കുക. ആരുടെയും കയ്യിൽ ആരും കണ്ടിട്ടില്ല, വാച്ച് എന്നൊരു സാധനം കണ്ടിട്ടേ ഇല്ല. അപ്പൊ ആ സമയത്ത് വഴിയിൽ കടന്ന് ഇങ്ങനെ ആകാശത്തിൽ നിന്ന് വീണു എന്ന് സങ്കല്പിക്കുക, ഒരു വാച്ച് ഒരാളുകൾക്ക് കിട്ടി. അപ്പൊ ഇവർ നോക്കുമ്പോൾ അതിനകത്ത് എന്തോ ഒരു പരന്ന സ്ഥലം, അതിനകത്ത് എന്തോ ഒരു സാധനം കടന്ന് കറങ്ങുന്നു, മുകളിൽ ഒരു ചില്ലൊക്കെ ഇരിക്കുന്നു, ഒരു വള്ളിയൊക്കെ ഉണ്ട്, ഇതെന്താണ് സംഭവം എന്ന് ഇവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ സമയത്ത് അതിൻ്റെ കൂടെ രണ്ട് തരത്തിലുള്ള മാനുവൽ എന്ന് പറയുന്നത്, നമ്മൾ ഫോണൊക്കെ മേടിക്കുമ്പോൾ കുറച്ച് പേപ്പറുകളൊക്കെ എൻ്റെ കൂടെ കിട്ടില്ലേ, അങ്ങനത്തെ രണ്ട് തരം മാനുവലിന് സാധ്യതയുണ്ടെന്ന് സങ്കല്പിക്കുക. ഇതിനകത്ത് ഒന്ന്, ഈ വസ്തു എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നെഴുതിയ മാനുവൽ. എന്ന് പറഞ്ഞാൽ ഇതിന് ഉപയോഗിച്ച ടെക്നോളജി എന്താണ്, ഇതിൻ്റെ പവർ സോഴ്സ് എന്താണ്, ഇതിൻ്റെ പൽച്ചക്രങ്ങളുടെ വലിപ്പം, എന്ത് തരത്തിൽ ഇത് കറങ്ങുന്നു, എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നൊക്കെ അവതരിപ്പിക്കുന്ന ഒരു ബ്ലൂ പ്രിന്റ്, അതിന് സാധ്യതയുണ്ട്. ഇനി മറുവശത്ത് മറ്റൊരു ഡോക്യുമെന്റ് തരാവുന്നതാണ്. ആ ഡോക്യുമെന്റ് ഇതെന്താണ് എന്ന് പറയുന്നതാണ്. അഥവാ ഈ സാധനം എന്തിനുള്ളതാണ്? സമയം നോക്കാനുള്ളതാണ്. ലോകത്തിൽ സമയം എന്നൊരു കാര്യമുണ്ട്, അത് പ്രപഞ്ചത്തിൻ്റെ ചലനത്തെ ഡിവൈഡ് ചെയ്ത് മുറിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞു തരുന്ന ഒരു ഡോക്യുമെന്റ് സാധ്യതയുണ്ട്. സത്യത്തിൽ നമുക്കിതിന് ഏതാണ് ആവശ്യം എന്ന് ചോദിച്ചാൽ അതിന്റെ സിമ്പിൾ ഉത്തരം എന്താണ്? നമുക്ക് ആവശ്യമുള്ളത് ഇതെന്തിനുള്ളതാണ് എന്നതാണ്. അതറിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും, നമുക്കതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നറിയാനോ വലിയ പാടൊന്നുമില്ല. അതൊരാള് അല്ലെ ബുദ്ധിയുള്ള ആളുകൾ ഒരുമിച്ചിരുന്നത് തുറന്നു നോക്കിയാൽ മതി, അഴിച്ചു പണിതാൽ തന്നെ അതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നറിയാൻ പറ്റും. അപ്പൊ ദൈവം സൃഷ്ടിക്കകത്ത് സൃഷ്ടിയുടെ റൂട്ട് കോസിൽ പോലും മനുഷ്യനെ പങ്കാളിയാക്കി. അതായത് സൃഷ്ടിച്ചത് എങ്ങനെയെന്ന് കണ്ടുപിടിക്കാനുള്ള സാധ്യത മനുഷ്യന്റെ ബ്രെയിനിൽ തന്നെ ദൈവം അവിടെ തുറന്നിട്ടു. ഇനി രണ്ടാമത്, എന്തിനാണ് ഞാൻ സൃഷ്ടിച്ചത് നിന്നെ എന്നത് അവിടുന്ന് നേരെ പറയുകയും ചെയ്തു. അപ്പോൾ അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആദ്യ ഭാഗത്തിന്റെ ഉദ്ദേശം. ആ ഉദ്ദേശം മനസ്സിലായില്ലെങ്കിൽ നമ്മളതിനെ ചുമ്മാ സയൻസിന്റെ വിശദീകരണമായിട്ട് കണക്കാക്കാൻ തുടങ്ങും. പകരം ദൈവം എന്തിനാണ് സൃഷ്ടിച്ചതെന്നാണ് പഠിപ്പിക്കുന്നത്. എന്തിനാണ് സൃഷ്ടിച്ചതെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം കർത്താവ് പ്രതീകാത്മകമായാണ് അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥകാരന്മാരിലൂടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനെ ദൈവം മണ്ണിൽ നിന്ന് കുഴച്ചെടുത്തു. ഒന്നാമത്തെ അർത്ഥം എന്താണ്? ഹിസ് എ പാർട്ട് ഓഫ് ദിസ് യൂണിവേഴ്സ്. അവൻ ഈ മണ്ണിന്റെയും കൂടെയാണ്. പക്ഷേ വെറുതെ ഈ മണ്ണിൽ കിടന്നതല്ല, ദൈവം അവനെ എടുത്തു, പൊടിയിൽ നിന്നെടുത്തു, അവനെ രൂപപ്പെടുത്തി. അതടുത്തൊരു എലമെന്റ്. ഞാൻ കുറച്ചൊരു ഉദാഹരണം പറയുന്നതോടെ, പൊടിയിൽ നിന്ന് രൂപപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ കുറേ മണ്ണ് കിടക്കാം, അല്ലെങ്കിൽ ഒരു കളിമണ്ണിന്റെ കുഴച്ച് ഒരു ബക്കറ്റ് കളിമണ്ണ് ഇരിക്കുകയാണ്, അതിനകത്ത് ഒരു മാലാഖയെ ഉണ്ടാക്കാൻ, ഒരു രാജകുമാരിയെ ഉണ്ടാക്കാൻ ഒരു ശില്പി തീരുമാനിക്കുന്നു എന്ന് വിചാരിക്കുക. അയാൾ എന്നിട്ട് അതിനെ ഇങ്ങനെ രൂപപ്പെടുത്തി ഒരു മാലാഖയെ ഉണ്ടാക്കുന്നു. നോക്കുക എന്താണ് അപ്പം ശരിക്കും അപ്പൊ ഈ മാലാഖ എവിടെയായിരുന്നു അതുവരെ? അതാ ശില്പിയുടെ ഹൃദയത്തിലായിരുന്നു. ദൈവം ആ ഇമേജറി ഉപയോഗിച്ചിട്ട് പറയാണ്, നിന്നെ സൃഷ്ടിക്കുന്നതിന് മുൻപ് നീ എൻ്റെ ഹൃദയത്തിലായിരുന്നു. സത്യത്തിൽ ഞാൻ നിന്നെ മണ്ണിൽ നിന്നല്ല സൃഷ്ടിച്ചത്, നിന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്, നീ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി അതിനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ഒരു ശില്പി ശ്രദ്ധാപൂർവം ഓരോ ഭാഗവും നിർമ്മിക്കുന്നത് പോലെ ആണ് സൃഷ്ടിക്കുന്നത്. എന്താണ് ഈ ശില്പി സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം? അതിനെ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളാണ് ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. അപ്പോഴാണ് കൊച്ചു വന്നിട്ട്, അയ്യേ ഇതിൻ്റെ കൈ എന്തിനാ കൊള്ളാമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചു, അതിൻ്റെ കൈയ്യം ഓടിച്ചു എന്ന് വിചാരിച്ചു. നമ്മളെന്ത് ചെയ്യും? നമ്മളതിനെ തല്ലി ഓടിക്കും. കൊച്ചാണോ വലുത്, ഒരു കഷ്ണം കളിമണ്ണാണോ വലുത് നാട്ടുകാർ ചോദിച്ചാൽ നമ്മൾ സമ്മതിക്കുകയല്ല. കാരണം എന്താണ്? കാരണം അത് ശില്പിയുടെ ആത്മാവിഷ്കാരമാണ്. അഥവാ ശില്പിയുടെ ആത്മാവിലുള്ള ആ യാഥാർത്ഥ്യത്തെ ശില്പി മണ്ണിലോ കല്ലിലോ ആവിഷ്കരിക്കുന്നതാണ്
അവന്റെ ശില്പം. അതുകൊണ്ട് അവൻ അതിനോടൊരു ആത്മബന്ധമുണ്ട്. അവൻ അതിനെ തന്നെ പോലെയാണ് കരുതുന്നത് എന്ന് തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് സൃഷ്ടി വിവരണത്തിന്റെ ഏക ഉദ്ദേശം. അപ്പൊ അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം അതിൽ തന്നെ സൃഷ്ടിച്ചത് എങ്ങനെ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നേരിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അതിന്റെ മേൽ, അഥവാ ഖുറാനെ കാണുന്ന പോലെയാണ് കാണുന്നതെങ്കിൽ നമുക്ക് അതിന്റെ മേൽ ഒരു ചർച്ചയും നടത്താനുള്ള അവകാശമില്ല. അതുകൊണ്ട് ഹവ്വയുണ്ട്, ഒരു ചേട്ടനും ചേച്ചീനും ദൈവം സൃഷ്ടിച്ചു, അതങ്ങ് വിശ്വസിച്ചാൽ മതി എന്ന് പറഞ്ഞാനെ. ഇനി എന്താണ് ഈ ആദം ഹവ്വ എന്ന് പറഞ്ഞാൽ? ആദമ എന്ന് പറഞ്ഞാൽ പൊടി എന്നേ അർത്ഥമുള്ളൂ. അതൊരു പുരുഷ സംജ്ഞയാണ്. അപ്പൊ ആദമായിൽ നിന്നുള്ളവൻ, മലയാളത്തിൽ ഇങ്ങനെ തമാശയായിട്ട് പറഞ്ഞ പൊടിയിൽ നിന്നുള്ളവൻ എന്നൊക്കെ പറയുന്ന ഒരു പുരുഷ സംജ്ഞയാണ്. അതിന്റെ അർത്ഥം പുരുഷൻ, പൊടിയുമായി ബന്ധമുള്ള പുരുഷൻ എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഹവ്വ, ഈവ് എന്ന് പറഞ്ഞാലോ? മലയാളം ബൈബിളിൽ അതിന്റെ അർത്ഥം അങ്ങനെ തന്നെ, അല്ലെങ്കിൽ ബൈബിളിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. സ്ത്രീ എന്ന അർത്ഥമുള്ള ഹവ്വ എന്ന് അവൾ വിളിക്കപ്പെടും. ഹവ്വ എന്ന് പറഞ്ഞാൽ തന്നെ സ്ത്രീ എന്നാണ് അർത്ഥം. അപ്പോൾ ലിറ്ററലി നോക്കിയാൽ പോലും ദൈവം ആദിയിൽ പുരുഷനെയും സ്ത്രീയെയും, ആദം എന്ന പൊടിയിൽ നിന്നെടുത്തവനെയും സ്ത്രീ എന്ന സ്ത്രീയെയും സൃഷ്ടിച്ചു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം പുരുഷനെയും സൃഷ്ടിച്ചു, സ്ത്രീയെയും സൃഷ്ടിച്ചു, അങ്ങനെ ഭൂമിയിൽ മനുഷ്യവംശം ഉണ്ടായി എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇനി അതിനെ സഭാപിതാക്കന്മാരുടെ രചനകളിലും മറ്റിന്ന് വരെയുള്ള രചനകളിലും ഒക്കെ ആദം, ഇപ്പം സഭാപിതാക്കന്മാരിൽ മാത്രമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെയുള്ള ലേഖനങ്ങൾക്കകത്ത് ഒക്കെ ആദത്തെ ഒരു വ്യക്തിയായി, ആദ്യ പിതാവായി അവതരിപ്പിക്കുന്നുണ്ട്. ഇത് രണ്ടർത്ഥത്തിലുമാകാം. ഒന്ന് സിംബോളിക്കായിട്ടാവാം, അല്ലെങ്കിൽ മനുഷ്യ ഉൽപ്പത്തിയിലെ ആരൊക്കെയാണോ അവര് എന്നുള്ള അർത്ഥത്തിലും അതിനെ ഉപയോഗിക്കാം. ഉപയോഗിക്കുന്നത് ആരെ എന്നല്ല അവരുദ്ദേശിക്കുന്നത്, പകരം മനുഷ്യ ഉൽപ്പത്തിയിലെ പാപത്തിന്റെ സ്വാധീനം, അവനിൽ പ്രവേശിച്ച, അവന് ദൈവം നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ദുർവിനിയോഗത്തിനുള്ള സാധ്യതകൾ, അവന് ആവശ്യമായി വന്ന രക്ഷ തുടങ്ങിയ വിഷയങ്ങളാണ് അവിടുത്തെ ഫോക്കസ് മുഴുവനും. അപ്പൊ അതുകൊണ്ട് ലിറ്ററലി കൃത്യമായി പറഞ്ഞാൽ, വളരെ കോൺക്രീറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, വിശുദ്ധ ഗ്രന്ഥത്തിന് അതിൽ തന്നെ ഏത് തരത്തിലാണ് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചത്, പ്രപഞ്ചത്തിൽ മുഴുവനും ചിലരൊക്കെ പറയുന്നത് പോലെ മനുഷ്യവംശം എല്ലാ ഭൂഖണ്ഡങ്ങളിലുമായിട്ട് ഉയർന്നു വരികയായിരുന്നു, അതോ ദൈവം ആദ്യം രണ്ടുപേരെ നേരിട്ട് സൃഷ്ടിച്ചിട്ട് അവരുടെ സന്തതികളാകാൻ ആണോ ഉദ്ദേശിച്ചത് എന്ന് വിശുദ്ധ ഗ്രന്ഥം അസന്നിഗ്ധമായ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തേണ്ട കാര്യവുമില്ല. ഇനി അങ്ങനെ ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ മനുഷ്യനുണ്ടാകുന്നു എന്ന് കരുതുക. ജിജ്ഞാസയുണ്ടാകുന്നു. അതിൻ്റെ സൊല്യൂഷൻ സ്റ്റഡീസാണ്. കൃത്യമായി പറഞ്ഞാൽ ആന്ത്രപ്പോളജിക്കൽ, ബയോളജിക്കൽ സ്റ്റഡീസാണ്. അതിൻ്റെ വേൾഡ് എപ്പോഴും ഓപ്പൺ ആണ്. എന്ന് പറഞ്ഞാൽ ശാസ്ത്രലോകം അസന്നിഗ്ധമായി ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, ഇനി കണ്ടുപിടിക്കാനുള്ള സാധ്യതയും വളരെ പരിമിതമാണ്. സാധ്യതയില്ല എന്ന് വേണം പറയാൻ. കാരണം അതിന് ദൃക്സാക്ഷികളില്ല, മില്യൺസ് ഓഫ് ഇയേഴ്സ് ബാക്കാണ്. എന്നാലും മനുഷ്യനെ എങ്ങനെയാണ് അവൻ രൂപപ്പെട്ടു വന്നത് എന്ന് സയൻസിന് അസന്നിഗ്ധമായി കണ്ടുപിടിക്കാൻ കഴിയുകയാണെന്ന് കരുതുക. എന്ന് പറയുന്ന ഒരു ഏകകോശ ജീവിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യിപ്പിച്ചാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് സയൻസ് അസന്നിഗ്ധമായി കണ്ടുപിടിക്കുന്നു എന്ന് വിചാരിക്കുക. തിരുസഭ ഒരിക്കലും അതിനെ തള്ളിക്കളയാൻ പോകുന്നില്ല. കാരണം സഭയുടെ സത്യവിശ്വാസത്തെ അത് ലംഘിക്കുന്നില്ല. കാരണം സഭയുടെ സത്യവിശ്വാസം ഏത് വിധത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നതല്ല, ദൈവമാണ് സൃഷ്ടിച്ചത് എന്നും ജീവന്റെ ഉടമസ്ഥൻ ദൈവമാണെന്നും ദൈവം ഉദ്ദേശിച്ച് തന്നെയാണ് സൃഷ്ടിച്ചതെന്നും തുടങ്ങുന്ന കാര്യങ്ങൾ മാത്രമേ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു ഏകകോശ ജീവിയിൽ നിന്ന് ഒരു മനുഷ്യനിലേക്ക് വളർത്തിയതാണെങ്കിലും ഒരു മനുഷ്യ വംശത്തിലേക്ക് വളർത്തിയതാണെങ്കിലും അങ്ങനെ വികസിപ്പിച്ചത് ദൈവമാണ് എന്നും അതുകൊണ്ട് അവരിൽ നിലനിൽക്കുന്ന ജീവൻ ദൈവത്തിൻ്റെതാണെന്നും അതിൽ ആത്മാവിനെ ഇൻഫ്യൂസ് ചെയ്തത് ദൈവമാണെന്നും തുടങ്ങിയ കാര്യങ്ങൾ നിഷേധിക്കാത്തിടത്തോളം കാലം സൃഷ്ടി നടത്തിയത് എങ്ങനെയെന്ന്, അതായത് ഈ മണ്ണ് കൊഴിച്ചു എന്ന് പറയുന്നത് ഒരു മണ്ണുകുഴയ്ക്കൽ പ്രക്രിയ നടത്തിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഓരോ പൊടിയും എടുത്ത് കൂട്ടിച്ചേർക്കുന്നത് പോലെ ഒരു ഏകകോശ ജീവിയിൽ നിന്ന് അല്പാൽപമായി ഡെവലപ്പ് ചെയ്യിപ്പിച്ചാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതെങ്കിലും നമുക്കതിനകത്തൊരു പരാതി ഉണ്ടാകേണ്ട, ഒരു തിയോളജിക്കലായിട്ടൊരു പ്രോബ്ലം ഉണ്ടാക്കേണ്ട ഒരു സാധ്യതയും അതിനകത്ത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് യൂണിജനീസിസ് ആണെങ്കിലും പ്ലൂരിജനീസിസ് ആണെങ്കിലും അത് വിശ്വാസത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് അതിനൊരു തടസ്സവും വരുത്തില്ല. പകരം അങ്ങനെ വരുന്ന ഒരു സമയത്ത് ആദം അഥവാ അല്ലെങ്കിൽ ഹവ്വ എന്ന് പറയുന്നവർ ആദ്യത്തെ മനുഷ്യരോ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. ഇനി മാർപ്പാപ്പ ഉമാനി ജനേസിസിനകത്ത് അങ്ങനെ പറയുന്നത് അതിൻ്റെ ഒരു പശ്ചാത്തലം ദൈവത്തിന്റെ സൃഷ്ടിയെയും മനുഷ്യവംശത്തിന്റെ ഒറിജിനെയും സിമ്പിളായിട്ട് തള്ളിക്കളയുന്ന തരത്തിലുള്ള എന്താ പറയുക ടു സയന്റിസിസ്റ്റിക് ആയിട്ടുള്ള അവതരണങ്ങളിലേക്കൊന്നും പോകേണ്ടതില്ല. വിശുദ്ധ ഗ്രന്ഥം അവതരിപ്പിക്കുന്ന ആദം എന്ന വ്യക്തിയും
ഹൗവ എന്ന വ്യക്തിയും പ്രസക്തിയുള്ളവർ തന്നെയാണ്, അങ്ങനെ ഒരാളും ഒന്നുമില്ലായിരുന്നു, അത് ചുമ്മാ ഒരു കഥയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യരാണ് എന്ന മട്ടിൽ അതിനെ കാണേണ്ട സാഹചര്യം ഇപ്പോൾ ഇല്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതുകൊണ്ട് ഫ്യൂച്ചർ തിയോളജിക്കൽ സ്റ്റഡീസിനകത്തും ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധ്യതകളിലുമൊക്കെ അങ്ങനെ ആലോചിക്കുന്നതോ പറയുന്നതോ ഒരു എന്താ പറയുക, ഒരു ഡോക്ട്രൈനൽ വയലേഷനോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നത് വിശ്വാസ വിരുദ്ധമോ എന്നൊന്നും സഭ ഒരിക്കലും മനസ്സിലാക്കില്ല. അതായത് അച്ഛൻ പറഞ്ഞു അച്ഛൻ ഞാൻ എല്ലാവരും ബാക്കിയുള്ള മോഡുകളോട് പറയുന്നു, സഹകരിക്കണം. ഞാൻ മനഃപൂർവ്വമാണ് ഹാൻഡ് റൈസ് ഓഫ് ചെയ്യാത്ത. ആർക്കും തോന്നരുത് നമ്മൾ ചോദ്യം കൂടുതൽ ആൾക്കാരിൽ നിന്ന് എടുക്കില്ല എന്ന്. പക്ഷെങ്കിൽ ഇപ്പോൾ ഇവിടെയുള്ള ആൾക്കാരുടെ ചോദ്യങ്ങളൊക്കെ തീർന്നതിന് ശേഷം അല്ലെങ്കിൽ ടു ക്രൗഡഡ് ആയിപ്പോ നമ്മുടെ പാനൽ, അതുകൊണ്ടാണ്. ഓക്കെ, എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുക. അച്ഛൻ പരമാവധി ചോദ്യങ്ങൾ എടുക്കുന്നതാണ്. ഓക്കെ, ജെ തുടർന്നുള്ളൂ. അതായത് അച്ഛൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ഹ്യൂമാനി ജെനറിസിലെ പയോ 12 മാർപ്പാപ്പ ജെനിസം എന്ന് പറയുന്ന അതിനെക്കുറിച്ചിട്ടുള്ള ഗവേഷണങ്ങളോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളോ അപ്പാടെ അടയ്ക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല, ഡെഫിനറ്റ്ലി എന്നേക്കായിട്ട് റൂൾ ഔട്ട് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അല്ല എന്നുള്ളത് തന്നെയല്ലേ അച്ചോ? അങ്ങനെയാണ് മനസ്സിലാക്കാവുന്നത്. കാരണം എന്നു പറഞ്ഞാൽ സയൻസിനെയും സയൻസിന്റെ പുരോഗതിയും സഭ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും, അതിനെ വളർത്തിക്കൊണ്ടിരിക്കും. മാർപ്പാപ്പ ഒരു സയൻസിന്റെ മേൽ കത്തിവെക്കുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു പേപ്പൽ മജിസ്ട്രേറ്റിന് കൊടുക്കത്തുമില്ല. പകരം ദൈവശാസ്ത്രജ്ഞന്മാരും വിശുദ്ധഗ്രന്ഥ വ്യാഖ്യാതാക്കളും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഗൈഡ് ലൈൻ, അത് പ്രത്യേക ഒരു കോണ്ടെക്സ്റ്റിൽ മനുഷ്യവംശം അത് ദൈവത്തിൽ നിന്നുള്ളതാണ്, ദൈവം സൃഷ്ടിച്ചതാണെന്ന കാര്യം വിട്ടുകളഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് ഓരോ വിധത്തിലും ഉയർന്നു വരുന്നതാണ് എന്നതിന്റെ ബേസിൽ ദൈവശാസ്ത്ര പഠനങ്ങൾ പോകാതിരിക്കുക എന്നുള്ളതായിരിക്കണം പാപ്പ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പേപ്പൽ ക്യാരക്ടറിൽ ഒരു മജിസ്റ്റേറിയൽ നേച്ചറിനകത്തൊന്നും ഒരിക്കലും സയന്റിഫിക് എൻക്വയറിയെ അബ്സല്യൂട്ടൈസ് ചെയ്ത് നെഗേറ്റ് ചെയ്യുകയൊന്നും ചെയ്യില്ല. പകരം അവയ്ക്കകത്തുള്ള ധാർമ്മിക പ്രശ്നങ്ങളെയും ദൈവശാസ്ത്ര വിഷമതകളെയും ചൂണ്ടിക്കാണിക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഓക്കെ, താങ്ക് യു വെരി മച്ച് അച്ചോ. ഞാൻ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോട്ടെ, അതോ മൊണോട്ടോണസ് ആവോ അതോ വേറെ ആരെങ്കിലും ചോദ്യം എടുത്തിട്ട് ഞാൻ രണ്ടാമത് ചോദിച്ചാൽ മതിയോ? ബിസിച്ചായും പറഞ്ഞോളൂ, ഞാൻ അതേപോലെ ചെയ്യാം. നമുക്ക് മാറി മാറി എടുക്കാം, ഓരോ ചോദ്യം ശരി ഓരോന്നും എടുക്കാം. ശരി വേറെ ആരെയാണ് അടുത്ത് എടുക്കുന്നത്? ബിനോയ് ബ്രദറിന്റെ ചോദ്യങ്ങളുണ്ടോ? ഒരു ചോദ്യം ഉണ്ടായിരുന്നേ അച്ഛാ. ഇപ്പം നമ്മൾ ഈ സോദോംഗൊമോറയുടെ അതെ നമ്മളത് ലിറ്ററലി ആണ് എടുക്കുന്നത്, അതൊരു സംഭവിച്ച സംഭവം എന്ന രീതിയിലാണോ എടുക്കുന്നത്, അതോ അതിനെ ഒരു തിയോളജിക്കൽ ആസ്പെക്ട്സിലാണോ എടുക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് പലപ്പോഴും പുതിയ നിയമത്തിൽ 2 പത്രോസിൻ്റെ ലേഖനത്തിലും അല്ലെങ്കിൽ യൂദാസ്ലിയയുടെ ലേഖനത്തിലുമൊക്കെ ഇതിനെ കോട്ട് ചെയ്തിട്ട് പറയുന്നുണ്ട്. അന്നേരം അതിനെ നമ്മൾ ഏത് അർത്ഥത്തിലാണ്, അന്നേരം ഈ പുതിയ നിയമത്തിൽ വന്നതുകൊണ്ട് നമ്മൾ അതിനെ ഏത് അർത്ഥത്തിലാണ് എടുക്കുന്നത്? ഓക്കെ, ഇത് സൊദോം ഗൊമോറയെ കുറിച്ച് മാത്രമല്ല, വിശുദ്ധ ഗ്രന്ഥത്തിലെ ആദ്യ ഭാഗങ്ങളിലുള്ള പല കാര്യങ്ങളും, ഉദാഹരണത്തിന് നോഹയുടെ പെട്ടകം, ബാബേൽ ഗോപുരം, ഇങ്ങനെ തുടങ്ങുന്നവയൊക്കെ അവയുടെയൊക്കെയുള്ള ചരിത്രപരത ഒരു പ്രധാനപ്പെട്ട ആളുകളുടെ ചോദ്യമാണ്. ചരിത്രപരത എന്തുമാത്രമുണ്ട്, എന്താണ് അതിൻ്റെ ചരിത്രം? ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കാം, അതിനോട് ഞാനത് ആദ്യം അങ്ങനെ പറഞ്ഞത്. അത് ഒരു ഹിസ്റ്റോറിക്കോ ടയോളജിക്കൽ നെറേറ്റീവാണ്, അതായത് ചരിത്രാത്മക ദൈവശാസ്ത്ര രചന എന്ന് വേണം പറയാം. അപ്പം ചരിത്രാത്മകം എന്ന് പറയുമ്പം ചരിത്രത്തിൻ്റെ അംശങ്ങൾ അതിനകത്തുള്ളതാവാം, അല്ലെങ്കിൽ ഒരു ചരിത്രത്തിൻ്റെ ഒരു സംഭവത്തെ പിറക്കിയെടുത്തതാവാം. പക്ഷെ എടുക്കുന്നതിൻ്റെ ആ ചരിത്രത്തെ പറയുക, വിശദീകരിക്കുക എന്നൊരു ഉദ്ദേശമേ ഇല്ല. പകരം അതിനെ അവലംബിച്ചുകൊണ്ട് ഒരു പ്രത്യേക വിഷയം അവതരിപ്പിക്കുക, ഒരു ദൈവശാസ്ത്ര വിഷയം അവതരിപ്പിക്കുക, ഒരു പ്രബോധനം നൽകുക തുടങ്ങിയതൊക്കെയാണ് ഈ വിശുദ്ധ ഗ്രന്ഥകാരന്മാരുടെ ഉദ്ദേശം. ഇനി അതിൻ്റെ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റേ ആളുകൾ പറയാൻ ചോദിക്കാൻ സാധ്യതയുണ്ടല്ലോ. ഉദാഹരണത്തിന് ഇപ്പം നമ്മുടെ നോഹയുടെ പെട്ടകത്തിൻ്റെ കാര്യം എടുക്കാം. നോഹയുടെ പെട്ടകം അത് ശരിക്കും ഉള്ളതാണോ? ആളുകൾ ചില സ്ഥലത്ത് നോഹയുടെ പെട്ടകം കണ്ടെത്തി എന്ന് വായിക്കുന്നു എന്ന് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നോഹയുടെ പെട്ടകം അതൊരു ഹിസ്റ്റോറിക്കലി പോസിബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്പോസിബിൾ എന്ന് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം ഈ നോഹ അതിനകത്ത് പ്രവേശിപ്പിക്കുന്ന ജീവജാലങ്ങൾ അത് ഒന്നും രണ്ടും അല്ല. ലോകത്തിലെ എല്ലാ സ്പീഷീസിൻ്റെയും നല്ലതിൻ്റെ 7 ജോഡിയും അല്ലാത്ത 2 ജോഡിയും ഒക്കെ ആയിട്ട് ഒരു 14 ആഫ്രിക്കൻ ആനയെ കയറ്റണമെങ്കിൽ എന്തുമാത്രം വലിപ്പമുള്ള ഒരു പെട്ടകം ആവശ്യം വരുമെന്ന് ആലോചിക്കുക. കോടിക്കണക്കിന് സ്പീഷീസുകൾ ഈ ഭൂമിയിലുണ്ട്.
അവയൊക്കെ ഇതിനകത്ത് കയറ്റാൻ പറ്റുമോ? ഇനി അങ്ങനെ പറയുമ്പോൾ വെള്ളപ്പൊക്കത്തിനകത്ത് മീനുകൾ ചത്തുകൊണ്ട് പ്രശ്നം വരുന്നില്ല, അതുകൊണ്ട് അവയെ അതിനകത്ത് കയറ്റാൻ പറ്റുമോ? അങ്ങനത്തെ ചോദ്യങ്ങൾ. ഇനി അത്രയും ജീവജാലങ്ങളെ കയറ്റാൻ പറ്റുന്ന ഒരു പെട്ടകം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെടുന്ന കാലത്തിന് മുമ്പായിരിക്കണമല്ലോ ഇത് നടന്നിട്ടുണ്ടാവുക. അങ്ങനെ അതുകൊണ്ടാണ് അതിനകത്ത് എഴുതപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പോലും ഒരു 3500 വർഷത്തിന് മുൻപാണ് ഇത്. വേണ്ട വിധത്തിൽ കൊള്ളാവുന്ന ഒരു കോടാലി പോലും കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇവരെങ്ങനെ മരം വെട്ടിയോ എങ്ങനെ ഇത് നിർമ്മിച്ചെടുത്തിട്ടുണ്ടാകും എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഇനി അങ്ങനെ ഉണ്ടാക്കിയെന്ന് കരുതുക, അങ്ങനെ ഉണ്ടാക്കി ലോകത്തിലെ എല്ലാ സ്പീഷീസിനെയും കയറ്റിയാൽ ആ പെട്ടകം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിൻ്റെ എല്ലാ ആ രചനയുടെ എല്ലാ സൂക്ഷ്മാംശങ്ങളും പെറുക്കി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ഒരു ചരിത്രപരമായി അസാധ്യമായ ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇനി ഇതിനകത്ത് എന്താണ് അതിന്റെ ഹിസ്റ്റോറിസിറ്റി ഉള്ളത്? ഹിസ്റ്റോറിസിറ്റി ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഇതാണ്. ഇത് അവര് പരമ്പരാഗതമായി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അനുഭവമായിരുന്നിരിക്കും. അതായത് ഇതെല്ലാം രേഖപ്പെടുത്തപ്പെടുന്ന എക്സോഡസിന് ശേഷമാണ്, അതായത് ഇവർ തിരിച്ചു വന്നിട്ടാണ് ഇതൊക്കെ എഴുതുന്നത്. അപ്പൊ അവരുടെ ജീവിതാനുഭവത്തിൽ തലമുറകളിലൂടെ കാരണവന്മാര് പറഞ്ഞു കൊടുത്തിരുന്ന ചില ജീവിതാനുഭവങ്ങൾ, ചില പാരമ്പര്യങ്ങൾ, ഇതൊക്കെ അതും കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യന്റെ ഭാഷയിൽ ഈ വിശുദ്ധ ഗ്രന്ഥ രചന നടത്തുന്നത്. രചനയെക്കുറിച്ച് നമുക്ക് പിന്നീട് എപ്പോഴും പറയാം. അപ്പം അതിനകത്ത് വിശുദ്ധ ഗ്രന്ഥകാരന്റെ ഉദ്ദേശം എന്താണ്? ചരിത്രത്തിന് ചില തന്തുക്കളെ പെറുക്കിയെടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് നമുക്ക് വേണം ഇങ്ങനെ വിചാരിക്കാം. അവിടെ ഒരു ഗോത്രം ജീവിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ആ ഗോത്രത്തിനകത്ത് ഒരാളും മക്കളും ദൈവത്തോട് വിധേയപ്പെട്ട് വിശ്വസ്തതയിൽ ജീവിച്ചു. ബാക്കിയുള്ളവരൊക്കെ തിന്മയിൽ അങ്ങനെ കഴിഞ്ഞുകൂടി. അവര് ഭാവിയെക്കുറിച്ച് ചിന്തിക്കാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് കരുതുന്ന പല ആളുകളെ പോലെയും അവരങ്ങനെ ജീവിച്ചു പോയി. ആ സമയത്ത് ദൈവത്തിന്റെ പ്രചോദനത്താൽ ഈ മനുഷ്യൻ മാത്രം ഒരു വേനൽക്കാലത്ത് കുന്നിന്റെ പുറത്ത് പോയിട്ട് ഒരു ചങ്ങാടം പോലത്തെ എന്തെങ്കിലും ഒരു ബോട്ട് പോലത്തെ ഒരു സാധനം തൻ്റെ ഉണ്ടാക്കി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്യാൻ തുടങ്ങി, വലിയ വെള്ളപ്പൊക്കം അവിടെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആടുമാടുകളെയും ഒക്കെ ആയിട്ട് അദ്ദേഹം മക്കളെയും ഒക്കെ ആയിട്ട് ആ ചങ്ങാടത്തിലോ ഉണ്ടാക്കിയ ചെറിയ ബോട്ട് പോലത്തെ സാധനത്തിനകത്തോ കയറി ഇട്ടുണ്ടാവും. അവരുടെയൊക്കെ അന്നത്തെ ലോകം എന്ന് പറയുന്ന സകല ജീവജാലങ്ങൾ എന്ന് പറയുന്ന അവർക്ക് ചുറ്റുപറ്റിയുള്ള ആടുമാടുകളൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ അവർ കയറുകയും അപ്രതീക്ഷിതമായി വെള്ളം മുങ്ങിയിട്ട് ബാക്കി എല്ലാവരും മരിച്ചു പോവുകയും ചെയ്തതിന്റെ ഒരു അനുഭവം അവർക്കുണ്ടാവും. അപ്പൊ അവരൊരു ഒരു ജീവിതത്തിലേക്ക് ഓർത്തു വെക്കേണ്ട, ദൈവത്തോട് പെടേണ്ടതിന്റെ, അതുപോലെ തന്നെ പാപത്തിൽ വസിക്കുന്നവർക്ക് സംഭവിക്കാനിരിക്കുന്ന വിനാശത്തെക്കുറിച്ച് പഠിപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചരിത്ര അംശമായിട്ടോ അല്ലെങ്കിൽ ഒരു കൈമാറി വന്ന ഒരു സംഭവമായിട്ടോ ഒക്കെ അവരുടെ ഇടയിൽ നിലനിന്നിട്ടുണ്ടാവും. ആ സംഭവത്തെ എടുത്ത് വേറൊരു കൃത്യമായ ഉദ്ദേശത്തോടുകൂടെ വിശുദ്ധ ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഈ നോഹയുടെ പെട്ടകത്തിന്റെ കഥ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോഹയ്ക്ക് എന്ത് പറ്റിയെന്ന് പറയാൻ വേണ്ടിയല്ല. അത് യഥാർത്ഥത്തിൽ അവർ പോലും അറിയാതെ വരാനിരിക്കുന്ന കാലഘട്ടത്തിലെ പുതിയ നിയമത്തിലെ പരിശുദ്ധ മാമോദീസയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. അതായത് പാപത്തിൽ മരിക്കുന്ന ജനം ജലത്തിൽ ഉയർന്ന് ജീവൻ പ്രാപിക്കുന്ന ആ വരാനിരിക്കുന്ന മാമോദീസയുടെ നിഴലാണ് ഈ നോഹയുടെ പെട്ടകം. ഇനി ആ പെട്ടകം സത്യത്തിൽ എന്താണ്? അത് സഭയാണ്. അതുകൊണ്ടാണ് സഭയുടെ എംബ്ലങ്ങളിലൊക്കെ സഭയെ ബോട്ടായിട്ടൊക്കെ ചിത്രീകരിക്കാറുണ്ട്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ആ സ്ലീഹന്മാരോട് കൂടെ ബോട്ടിൽ നിൽക്കുന്ന ഈശോയാണ്. ഈശോയും ശിഷ്യന്മാരും കോളിളകുന്ന കടലിന്റെ മുകളിൽ ഉയർന്ന് നിൽക്കുന്നത് സഭയെ സൂചിപ്പിക്കുന്നതാണ്. അപ്പം വരാനിരിക്കുന്ന സഭയും ആ സഭയുടെ അംഗങ്ങളാകുന്ന മാമോദിസ സ്വീകരിച്ചവരെയും ഒക്കെ കൂട്ടിച്ചേർത്ത് അവതരിപ്പിക്കുന്ന പഴയ നിയമത്തിന്റെ പ്രവചന സ്വഭാവമുള്ള ദൈവശാസ്ത്ര വിവരണമാണ് നോഹയുടെ പെട്ടകം. അതിനു പകരം നോഹയുടെ പെട്ടകം ഭൂമിയിൽ എവിടെ കുഴിച്ചാലാണ് കിട്ടുന്നത്, അതിനുപയോഗിച്ച തടി ഏതായിരുന്നു എന്നൊക്കെ ആലോചിക്കുന്നത് തന്നെ ബാലിശമാണ്. ഇതിന് സമാനമാണ് സോദോം ഗൊമോറയുടെ കാര്യം. സോദോം ഗൊമോറ അത് ഏതാണ്ട് ഒരു ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയുന്നതനുസരിച്ചാണ് 3000-3500 വർഷങ്ങൾക്കോ അല്ലെങ്കിൽ 2000 BC 2000-3500 ഇടയ്ക്ക് അവിടെ ഭയങ്കരമായ സൾഫറിന്റെ ഒക്കെ ഒരു സാന്നിധ്യം ഉണ്ടായി. ചിലപ്പോൾ മുകളിൽ നിന്ന് ഏതെങ്കിലും ഉൽക്കപോൽ സാധനങ്ങളൊക്കെ വീണിട്ട് അങ്ങനെ സംഭവിച്ചതാണോ അവിടെ ഉണ്ടായതാണോ ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷെ അവിടെ ആടുകൾ തിന്മയിലായിരുന്നുവെന്നും ചിലർ ആ തിന്മ വിട്ട് രക്ഷപ്പെട്ടുവെന്നും ആ തിന്മയുടെ ആ കാലഘട്ടത്തിൽ ഈ ഉൽക്കമഴയൊക്കെ പെയ്യുന്നത് പോലെ അങ്ങനത്തെ സൾഫർ പോലെയുള്ള ഭയങ്കരമായ കെമിക്കൽസിന്റെ ഒരു വൻ ഡെപ്പോസിറ്റിംഗ് അവിടെ നടന്നുവെന്നും അവിടെ ജീവൻ പോലും ഇല്ലാതായി എന്നുമുള്ള ചരിത്രപരമായ അല്ലെങ്കിൽ ഇങ്ങനെ വാചികമായി പകർന്നു കൊടുത്ത അനുഭവമോ പാരമ്പര്യമോ അവരുടെ ഇടയ്ക്ക് നിലനിന്നിരുന്നു. അവയെ എടുത്തിട്ടാണ്
ചില പ്രത്യേക ഇപ്പോൾ സ്വതകുമാറ ചില ആളുകൾ അതിനെ വെറുതെ ആതിഥേയത്വത്തിൻ്റെ കുഴപ്പം കൊണ്ടുള്ള തിന്മയാണ്. അങ്ങനെയല്ല, കൃത്യമായിട്ടത് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന തിന്മയ്ക്കെതിരെ വിശുദ്ധ ഗ്രന്ഥകാരന്മാരിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ ഉപയോഗിച്ച ഒരു സംഭവമാക്കി അതിനെ മാറ്റുന്നു. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഉപദേശം കൊടുക്കാൻ നേരത്തെ ഒരു പൂർവ്വകാലത്തെ ഒരു സംഭവത്തിൻ്റെ ഭാഗം കൂടി എടുത്തിട്ട് അത് പറയുന്നത് എപ്പോഴും ഉചിതം. നമ്മൾ വീടുകളിലൊക്കെ ആണല്ലോ അങ്ങനെ പറയില്ലേ, എൻ്റെ വല്യപ്പൂപ്പൻ പണ്ടൊരിക്കൽ അങ്ങനെ ചെയ്തു, എന്നിട്ട് പുള്ളിക്ക് അങ്ങനെ പറ്റുള്ളൂ, നീ സൂക്ഷിക്കണം കേട്ടോ എന്നൊക്കെ നമ്മൾ പറയില്ലേ. എന്നതുപോലെ പറയാൻ ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഉപയോഗിച്ച ഭാഗത്തിനല്ല പ്രാധാന്യം, എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഹിസ്റ്റോറിസിറ്റി നമുക്കൊരിക്കലും അത് കണ്ടവരില്ല, ദൃക്സാക്ഷികളില്ല, നമുക്കാകെയുള്ളത് അതിനെക്കുറിച്ചുള്ള രചനകളാണ്. ഇനി അതിനകത്ത് നമുക്ക് അറിഞ്ഞുകൂടാത്തത് അതിൻ്റെ ചരിത്രാത്മകത എവിടം വരെയുണ്ട് എന്നാണ്. ചരിത്രാത്മകമാണ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റും. അതെന്തുമാത്രമുണ്ട്, എത്ര ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, ആരാണ് ഓടി രക്ഷപ്പെട്ടത്, ലോത്തും ഭാര്യയും മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ, അവർ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവരെത്ര പേരുണ്ടായിരുന്നു, പെട്ടെന്നൊരു ദിവസം രാത്രിയിൽ സംഭവിക്കുകയായിരുന്നു, അതുവരെ അവിടെ കൃഷി ഉണ്ടായിരുന്നു, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും വിശുദ്ധ ഗ്രന്ഥം നമുക്കൊരു ഡോക്യുമെൻ്റ് തരുന്നില്ല. അതോടൊപ്പം തന്നെ ചരിത്രത്തിൻ്റെ ഒരു ഘട്ടത്തിലും നമുക്ക് അതിനെക്കുറിച്ചുള്ള കണ്ടുപിടുത്തം നടത്താൻ മീൻസ് സയൻറ്റിഫിക്കായിട്ട് സാധിക്കുകയുമില്ല. കാരണം അവിടെ എങ്ങനെ വീണു, എങ്ങനെ സൾഫർ ഉണ്ടായി എന്ന് മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നല്ലാതെ ഇത് ഏത് സാഹചര്യത്തിലായിരുന്നു, മനുഷ്യൻ്റെ പാപം കൊണ്ടാണോ എന്നൊന്നും നമുക്ക് സയൻറ്റിഫിക്കായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. പകരം നമ്മളോട് വിശുദ്ധഗ്രന്ഥം ആവശ്യപ്പെടുന്നത് അതിൻ്റെ സന്ദേശമാണ്. ആ തിന്മയ്ക്കെതിരെ ദൈവം എത്രമാത്രം കഠിനമായി അതിനെ വെറുക്കുന്നുവെന്നും അത് ഒരു നാടിൻ്റെ തന്നെ വിനാശത്തിന് കാരണമായി തീരും എന്നും തുടങ്ങുന്ന, അത് മാത്രമല്ല അങ്ങനെ തുടങ്ങുന്ന കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്ന് മാത്രമേ അതിന് ഉദ്ദേശമുള്ളൂ. അതിനപ്പുറത്തുള്ള ജിജ്ഞാസകൾ നമുക്ക് ചുമ്മാ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തൃപ്തിപ്പെടുത്താമെന്നല്ലാതെ അതിനൊരു ദൈവശാസ്ത്രപരമായ ഒരു പർപ്പസ് ഉണ്ടാവില്ല. അല്ല, ബിനോയ് ബ്രദറെ, ഞാൻ ഒരു ഡേവിഡ് ഞാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, കയറി വരിക. ഡേവിഡിനെ ആരെങ്കിലും ഒരാളും കൂടെ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കണേ. ഡേവിഡ് കൈപൊക്കിയിരിക്കുകയാണ്, ആരെങ്കിലും ഒരാളോട് ഇൻവൈറ്റ് ചെയ്യണം. ബിനോയ് ബ്രദർ, ഒരു മിനിറ്റ്, അത് ഗബ്രിയേലാണ്, നമ്മുടെ ഡേവിഡ് അല്ല കേട്ടോ. എനിക്കറിയാം, കയറിക്കോട്ടെ, അതിന് സാരമില്ല, അത് അറിഞ്ഞുകൊണ്ട് തന്നെ കയറിക്കോട്ടെ. ഓക്കെ അച്ഛാ, അതിനോട് ചോദിക്കാനുള്ളത്, ഇപ്പം പലപ്പോഴും അത് പുതിയ നിയമത്തിൽ വീണ്ടും എടുത്തെഴുതുമ്പോഴത്തേക്കും നമ്മൾ പലരും പറയുന്നത് അത് കർത്താവ് ഈശോ മിശിഹ തന്നെ എടുത്ത് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് അത് സത്യമാണ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? അതോടൊന്ന് പറയാമെങ്കിൽ ഉപകാരമായിരിക്കും. കർത്താവ് ഈശോയും ചില കാര്യങ്ങൾ എടുത്തു പറയും, പഴയ നിയമ ലിഖിതങ്ങളെ ഉദ്ധരിക്കും, അതുപോലെ തന്നെ എന്താ പറയുക, ലേഖനകർത്താക്കൾ ഉദ്ധരിക്കും, അങ്ങനെ എല്ലാവരും ഉദ്ധരിക്കും. ഇത് ശരിക്കും ആദ്യത്തെ പ്രവൃത്തി പോലെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് പഴയ നിയമ വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾ എന്താ ചെയ്യുന്നത്, അവരൊരു സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് അവർ കാര്യം പറയും. എന്നതുപോലെ തന്നെ ഈശോയും ആ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യഹൂദര് മുഴുവനും അത് അറിഞ്ഞിരിക്കുന്നു, അങ്ങനെ ഒരു സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഈശോയും പറയും. ഈശോ പറയുമ്പോൾ അതിൻ്റെ ചരിത്രപരതയെ അസർട്ട് ചെയ്യാൻ വേണ്ടിയല്ല ഈശോ പറയുന്നത്. അല്ലെങ്കിൽ ഈശോ ഒരു ഹിസ്റ്ററി പ്രൊഫസർ പറയുന്നത് പോലെ, കണ്ടോ ഇന്ന നൂറ്റാണ്ടിൽ ഇന്ന സമയത്ത് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് ദൈവമായ ഞാൻ സ്ഥിരീകരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയല്ല. പകരം ഈശോയും പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില പ്രചാരത്തിലിരിക്കുന്ന കഥകൾ ഈശോ ഉപയോഗിക്കും. അതുപോലെ കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന സംഭവങ്ങളെ എടുത്ത് കർത്താവ് ഒന്നുകിൽ അസേർട്ട് ചെയ്ത് സംസാരിക്കുകയോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോറൽ തിയോളജിക്കൽ ആസ്പെക്റ്റുകളെ അസേർട്ട് ചെയ്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് അടുത്ത പടിയിലേക്ക് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈശോ സംസാരിക്കുന്നത്. ഈശോയുടെ വാക്കുകൾക്ക് അതുകൊണ്ട് അതിനൊരു ഹിസ്റ്റോറിക്കൽ അസേർട്ടീവ് വാല്യൂ ഇല്ല, അത് അർത്ഥത്തിൻ്റെ ഉദ്ദേശമല്ല. അതായത് അച്ഛൻ, ഞാനൊരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻ ബിനോ ചേട്ടാ, അതിന്റെ തന്നെ ചോദിച്ചോട്ടെ. അച്ചോ, ഇത് ഈ സോദോം ആൻഡ് ഗൊമോറ ഇൻസിഡന്റ്, അപ്പോ ഞാനൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഇത് സ്ട്രിക്റ്റ് ലിറ്ററൽ അക്കൗണ്ട് ആയിട്ട് എടുക്കണം എന്നില്ല. അച്ഛൻ പറഞ്ഞു വരുന്നത് ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്, അതായത് ഒരു 600 വർഷത്തിന് സംഭവം ഒരു പക്ഷെ നടന്നു കാണും വളരെ പണ്ട്, അതിനുശേഷം ഒരു 10, 600, 700 വർഷത്തിന് ശേഷം ഒരു ഗ്രന്ഥകർത്താവ് ആ ഒരു നറേറ്റീവ് അല്ലെങ്കിൽ ആ നടന്നിട്ടുള്ള ആ പർട്ടിക്കുലർ നറേറ്റീവ് അല്ലെങ്കിൽ ആ ഇവോൾവ് ചെയ്ത് ഇപ്പം നമ്മുടെ റംബാം പാട്ട്, അതിപ്പോൾ ഇവോൾവ് ചെയ്ത് നമ്മൾ നോക്കുമ്പോൾ അതിൽ നമ്മൾ വായിക്കുമ്പോൾ അതിൽ ഓക്കെ കുറേ കാര്യങ്ങൾ കറക്റ്റാണ്,
തോമസ് ലിയുടെ വരവും അതിനെ സംബന്ധിച്ച്. പക്ഷെ സ്ഥലപ്പേരുകൾ അങ്ങനത്തെ ബാഹ്യമായിട്ടുള്ളൊക്കെ നോക്കുമ്പോൾ അതൊക്കെ കുറെ ഇവോൾവ് ചെയ്തിട്ടാണ് ഈ രൂപത്തിലേക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പൊ സ്ഥലപ്പേര് അല്ലെങ്കിൽ അങ്ങനത്തെ സിമ്പിൾസ് ഒക്കെ അതേപോലെ ആ ഈ ഗ്രന്ഥകർത്താവ് ആ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള അല്ലെങ്കിൽ ആളും അത് ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ പെഡഗോഗിക്കൽ അല്ലെങ്കിൽ ഒരു മോറൽ പർപ്പസിനോ അല്ലെങ്കിൽ ആളുകളെ ഈ തിന്മയിൽ നിന്ന് ഡിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഉപയോഗിച്ചിട്ടുള്ള ആ നറേറ്റീവ് വെച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റ് ആണോ, അല്ലെങ്കിൽ അതാണ് അതാണോ ഈ സീക്രട്ട് ഓത്തർ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് നമുക്കിത് രണ്ട് സാധ്യതയും അവിടെ നിലനിൽക്കും. അതായത് എങ്ങനെയായാലും വിശുദ്ധ ഗ്രന്ഥകാരന്മാർ അത് രേഖപ്പെടുത്തുമ്പോൾ അവരാരും അതിൻ്റെ ദൃക്സാക്ഷികളല്ല. അവരോ അവരുടെ മുൻ തലമുറയോ അതിന് മുൻ തലമുറയോ ഒന്നും അതിൻ്റെ ദൃക്സാക്ഷികളല്ല. അപ്പം അവരുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്ന വിവരണത്തെ അവലംബമാക്കിക്കൊണ്ടാണ് അവർ ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യം ഈ ഒരു കാര്യം പറയാൻ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം ആവശ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ സാധാരണ ഇപ്പോൾ ഞാനൊരു കാര്യം പറയാൻ നേരത്തെ ഒരു ഉദാഹരണം എടുക്കുമെന്ന് വിചാരിച്ചു. ആ ഉദാഹരണത്തെക്കുറിച്ച് ആരും കൂടുതൽ ചോദ്യം ചോദിക്കില്ലല്ലോ. ഉദാഹരണത്തിന് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയണമെങ്കിൽ ഞാനൊരു ആമയും മൊയിലും കൂടി ഓട്ടമത്സരം നടത്തിയ കഥ പറയുമ്പം ആമ എങ്ങനെ ഓട്ടമത്സരം നടത്തുന്നത്, ആമയുടെ പേര് ശരിക്കും എന്നായിരുന്നു എന്നൊക്കെ പിള്ളേർ ചോദിക്കുന്നല്ലാതെ അതിനെക്കുറിച്ച് കുറച്ചുകൂടെ ധാരണയുള്ള ആളുകൾ ആ കാര്യത്തെ ഉൾക്കൊള്ളാനാണല്ലോ ശ്രമിക്കുകയുള്ളൂ. അപ്പോൾ അതറിയാവുന്ന വിശുദ്ധ ഗ്രന്ഥകാരന്മാർ അതിൻ്റെ ഹിസ്റ്റോറിസിറ്റിയെക്കുറിച്ച് അവരും കാര്യമായി ബോധേഡല്ല. അവരതിനെക്കുറിച്ച് അത് അവതരിപ്പിക്കാൻ അവർക്ക് ശ്രമിക്കുന്നുമില്ല. പകരം ആ കേട്ടുകേൾവിയുള്ള കാര്യത്തെ, ചരിത്രത്തിൻ്റെ അംശങ്ങളുണ്ടാവും അതിനകത്ത്, ആ കാര്യത്തെ അവർക്ക് അവതരിപ്പിക്കേണ്ട വിധത്തിലുള്ള ഒരു കഥയാക്കി അവർ അവതരിപ്പിക്കുക ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ നരേഷൻ്റെ ഫോക്കസ് കിട്ടാൻ വേണ്ടി അവരതിൻ്റെ ന്യൂആൻസസ് ഒക്കെ അവതരിപ്പിച്ച് അതിൻ്റെ സംഭാഷണങ്ങളും ഒക്കെ അവർ നൽകുന്നതാണ്. അതിനകത്തോടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ആ അവതരണത്തിനും വിലയുണ്ട്, അവതരണത്തിൻ്റെ കണ്ടന്റിനും വിലയുണ്ട്. അതിനപ്പുറത്ത് നമുക്ക് എങ്ങനെയാണ് അത് ഇവോൾവ് ചെയ്തതാണോ നേരിട്ട് കണ്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവോൾവ് ചെയ്തതാവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളൂ. കാരണം അവരുടെ സമകാലീനരായ കാലഘട്ടത്തിൽ സംഭവിക്കുന്നതല്ലോ. പിന്നെ പോരാത്തിന് അതുപോലെ എഴുതി വയ്ക്കുന്നതോ വീഡിയോ എടുത്തു വയ്ക്കുന്ന സംവിധാനങ്ങളൊന്നും അന്നില്ലതാനും. എല്ലാം വാമൊഴിയായി കേട്ടിട്ടുള്ളതാണ്. അത്രേ പറയാൻ പറ്റുള്ളൂ. അതായത് അച്ഛൻ പറയുന്നത് ഒരു വീഡിയോ ഒരു മിനിറ്റ് നമ്മളെ ഇത്തിരിയോടെ ഒന്ന് വിശാലമായിട്ട് പോകാം. കാരണം പിപ്ലാദൻ എനിക്കറിയാം അദ്ദേഹത്തിന് ജോലിക്ക് കയറേണ്ട സമയമാകുന്നു. ഞാൻ പിപ്ലാദനിലേക്ക് ഒന്ന് പോയിട്ട് ഇതിന് ആവശ്യമുണ്ടെങ്കിൽ ഡേവിഡ് തരാം ഒരു മിനിറ്റ്. പിപ്ലാദൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് തീരാൻ വേണ്ടിട്ടാ ആ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിട്ട്. ഓക്കെ എന്നാലായിക്കോ ജയ അത് ചോദിച്ചു തീർക്കുക. നമുക്ക് മറ്റുള്ളവരിലേക്ക് കൂടെ പോകണം. അപ്പൊ അച്ചോ ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല് ആ പർട്ടിക്കുലർ ഇവന്റ്, അതായത് അതിന്റെ ഹിസ്റ്റോറിക്കൽ എക്സാക്ടിറ്റ്യൂഡ്നെസ്സോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആക്യുറേറ്റ്നെസ്സിനോ യാതൊരു പ്രശസ്തിയുമില്ല. നേരെ മറിച്ച് ആ നറേറ്റീവ് വിശുദ്ധ ഗ്രന്ഥകർത്താവ് ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു പർപ്പസിന്, ആൾക്കൊരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഡിവൈൻ ഓതറിനും ഹ്യൂമൻ ഓതറിനും കൂടിയിട്ടുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു. അത് പറയാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ഉള്ളിലത്തെ ഇന്റൻഷനാണ് നമ്മള്. അത് മാത്രമേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. അവരുടെ കൺസേണും ഈ വിശുദ്ധ കൺസേണും അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. പിപ്പലാദൻ ചോദിച്ചോളൂ അടുത്ത ചോദ്യം. എന്റെ പേര് സണ്ണി എന്നാണ്. ഞാൻ പിപ്പിലാദൻ എന്ന പേരിട്ടേ ഉള്ളൂ. എന്റെ ലളിതമായ 3 ചോദ്യമുള്ളൂ, സ്ട്രൈറ്റ്. ഒന്ന്, നമ്മൾ കുമ്പസാരിക്കുമ്പം നമ്മൾ ലംഘനം നടത്തിയിട്ടുണ്ടോ എന്ന് നോക്കാനുള്ളത് 10 കൽപ്പനകളും തിരുസഭയുടെ 5 പ്രമാണങ്ങളുമാണ്. അതില് ദൈവം മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളും ഇന്ന് നമ്മുടെ തിരുസഭയുടെ 10 കൽപ്പനകളും തമ്മിൽ പ്രകടമായ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? അതാണ് ആദ്യത്തെ ചോദ്യം. ഒറ്റവാക്കി പറയാം. ഒന്നാമത്തെ കാര്യം, കുമ്പസാരിക്കുമ്പോൾ നമ്മൾ 10 കൽപ്പനകളും സഭയുടെ കൽപ്പനകളും മാത്രമല്ല നോക്കേണ്ടത്. അതിന് സഹായകരമായ ഒരു കാര്യം മാത്രമാണ്. നമ്മുടെ ജീവിതത്തെ ആകമാനമാണ് പരിശോധിക്കേണ്ടത്, നമ്മുടെ ദൈവത്തോടുള്ള ബന്ധത്തെയാണ് പരിശോധിക്കേണ്ടത്, ഉദ്ദേശങ്ങളെയാണ് പരിശോധിക്കേണ്ടത്. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ വിഷയമല്ല, ചോദ്യത്തിന്റെ വിഷയം അല്ലാത്തതുകൊണ്ട് ഞാനത് വിടുവാണേ. ഇനി ഈ 10 കൽപ്പനകൾ, ഈ 10 കൽപ്പനകൾ പ്രൊട്ടസ്റ്റന്റുകാർ എപ്പോഴും ഉയർത്താറുള്ളതാണ്. പഴയ നിയമത്തിൽ കൽപ്പനകളെ കുറിച്ച് ഒത്തിരി കൽപ്പനകൾ ഉണ്ടായിരുന്നു, അതിനകത്ത് 10 മാത്രം ക്രിസ്ത്യാനികൾ പെറുക്കിയെടുത്തു എന്നൊക്കെ പറയും. 10 കൽപ്പനകൾ, ഈ ഒരു പ്രിൻസിപ്പിൾ മാത്രം ഓർത്താൽ മതി. 10 കൽപ്പനകൾ യഥാർത്ഥത്തിൽ 10 നിയമങ്ങൾ എഴുതിയുണ്ടാക്കിയതല്ല, പകരം മനുഷ്യ ജീവിതത്തെ, ആകമാനമുള്ള മനുഷ്യ ജീവിതത്തെ, അവൻ്റെ ധാർമ്മിക ജീവിതത്തെ 10 മേഖലകളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 10 മേഖലകളായി ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഓരോ മേഖലയും
ഒരു ജീവിതം ഓരോ കൽപ്പനയും ജീവിതത്തിൻ്റെ ഒരു ഫുൾ മേഖലയാണ്. അപ്പോൾ അങ്ങനെ ദ ഹോൾ ലൈഫാണ് ഈ 10 കമാൻഡ്മെൻറ്റ്സിനകത്തുള്ളത്. അപ്പോൾ അതിന് നമ്പറോ കൂട്ടിച്ചേർത്തോ രണ്ടെണ്ണം കൂട്ടിയിണക്കി എന്നുള്ളതൊന്നും പ്രസക്തമല്ല. അത് അങ്ങനത്തെ ഒരു ലിറ്ററൽ ഉദ്ദേശം അതിനില്ല താനും. പകരം ഒരാളുടെ സാമൂഹിക ദൈവബന്ധമുള്ള തന്നോട് തന്നെയുള്ള ബന്ധത്തിൻ്റെ ഒക്കെയുള്ള സമഗ്ര ജീവിതത്തെ 10 ഏരിയകളായി കണക്കാക്കിയിരിക്കും. ഇത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകാനായിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൻ്റെ 3-ാമത്തെ ഭാഗം, 1-ാമത്തെ ഭാഗം നീ എന്ത് വിശ്വസിക്കുന്നു എന്നാണ്, 2-ാമത്തെ ഭാഗം നീ അതെങ്ങനെ അനുഭവിക്കുന്നു എന്നുള്ള കൂദാശകളുടെ വിവരണമാണ്, ഇനി 3-ാമത്തെ ഭാഗം എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ്. അത് 10 കമാൻഡ്മെന്റ്സിനെ ബേസ് ചെയ്താണ് CCCയുടെ 3-ാം പാർട്ട് മുഴുവനുള്ളത്. ആ പാർട്ടിന് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ വായിച്ച് ഞാൻ ഈ പറഞ്ഞ കാര്യം നമുക്ക് കാണാൻ പറ്റും. മനുഷ്യജീവിതത്തിന്റെ ടോട്ടാലിറ്റിയെ 10 മേഖല, ഇപ്പോൾ ഉദാഹരണത്തിന് മാതാപിതാക്കളെ ബഹുമാനിക്കണം, അതെന്തോരം കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണും. അത് കുടുംബത്തിന്റെ മാതാപിതാക്കളുടെ കടമയെക്കുറിച്ച് പറയും, മക്കളുടെ കടമയെക്കുറിച്ച് പറയും, ഒരു രാഷ്ട്രം എന്ന ഫാമിലി അതിൻ്റെ കടമയെക്കുറിച്ച് പറയും, രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾക്ക് അവിടുത്തെ പ്രജകളോടുള്ള കടമയെക്കുറിച്ച് പറയും, ജനങ്ങൾക്ക് അവർക്കനുസരിക്കാനും വിധേയപ്പെടാനും ഒക്കെയുള്ള കടമയെക്കുറിച്ച് പറയും, സഭയും രാഷ്ട്രവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയും. ഇങ്ങനെ തുടങ്ങുന്ന ഒട്ടനവധി വിഷയങ്ങൾ അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്പർ അതിൽ തന്നെ അത്ര പ്രസക്തമല്ല. പകരം അതിനെ 10ആയി റൗണ്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. പഴയ നിയമത്തിനകത്ത് ഇത് വിവരിക്കുന്ന ഇടങ്ങളിലൊക്കെ ധാരാളം കൽപ്പനകൾ കാണും. പക്ഷെ അതിനെയൊക്കെ ഈ 10 ഒതുക്കാൻ പറ്റും. ഇനി ഈ 10 കൽപ്പനകൾ പോലും ദൈവം തൻ്റെ വിരൽ കൊണ്ട് എഴുതി മോശയ്ക്ക് കൊടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൗലോസ്ലീഹ അതിനെ വിവരിക്കുന്നുണ്ട്. ഈ ശിലാഫലകങ്ങളിലല്ല, മനുഷ്യ ഹൃദയങ്ങളിലാണ് അവിടുന്ന് അത് എഴുതിയത് എന്ന് പറഞ്ഞാൽ ദേ ആർ ഫണ്ടമെന്റലി നാച്ചുറൽ ലോസ്. അതല്ലാത്തത്, നാച്ചുറലി അല്ലാത്തത് ഉള്ളത് ഈ സാബത്ത് ആചരിക്കാനൊക്കെയുള്ള കൽപ്പനയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ തന്നെ ദൈവം ഒരു 10 കാര്യം ചെയ്യുക എന്ന് പറയുന്നതല്ല, നിന്റെ ജീവിതത്തിൽ മുഴുവനും നീ പുലർത്തേണ്ട ധാർമ്മിക നിലപാടുകളെക്കുറിച്ച് പഠിപ്പിക്കുന്നവയുടെ ഒരു ഷോർട്ട് ഹിന്റുകളാണ് ഈ 10. അങ്ങനെ പറയുന്നത്. ഓക്കെ, താങ്ക് യു അച്ഛൻ. 3 ചോദ്യമുള്ളൂ, ലളിതമാണ്. 2-ാമത്തെ ചോദ്യം, ഈ മജസ്റ്റീരിയം നമുക്ക് പഠിപ്പിക്കുമ്പോഴത്തേനും അത് ബൈബിളിനെതിരായിട്ട് പഠിപ്പിക്കുമോ, അതോ ബൈബിളിന് അനുരൂപമായിട്ട് മാത്രമേ മജസ്റ്റീരിയം തീരുമാനം എടുക്കുകയുള്ളൂ, അതോ ബൈബിളിനെതിരായിട്ടും മജസ്റ്റീരിയം തീരുമാനങ്ങൾ എടുക്കാറുണ്ടോ? 2-ാമത്തെ ചോദ്യം തീർന്നു. അച്ഛൻ മ്യൂട്ടാണ്. സോറി ഞാൻ പറഞ്ഞോണ്ടിരിക്കാൻ. മജിസ്തീരിയം എപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തിന്റെയും ദൈവവചനത്തിന്റെയും കസ്റ്റോഡിയനാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സേവകയുമാണ്, അതിൻ്റെ ശുശ്രൂഷിപ്പുകാരിയുമാണ്, അതിൻ്റെ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ള, ഹോൾഡ് ചെയ്യുന്ന, ക്യാരി ചെയ്യുന്ന ആളുമാണ് മജിസ്തേരിയം. അപ്പോൾ അതുകൊണ്ട് ഈ തിരുസഭ ഒന്നടങ്കവും അതിനെ പ്രതിനിധീകരിക്കുന്ന മജിസ്തേരിയവും എപ്പോഴും വചനത്തോടും ദൈവിക പ്രബോധനങ്ങളോടും 100% വിധേയത്വത്തിൽ തന്നെയായിരിക്കും. അവയെ ആസ്പദമാക്കി മാത്രമാണ് പഠിപ്പിക്കുകയും ചെയ്യുള്ളൂ. ഇനി നമുക്കത് കോൺട്രഡിക്റ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഒരാളുടെ തെറ്റിദ്ധാരണയുടെ പ്രശ്നമാണ് എപ്പോഴും സംഭവിക്കുക. സഭയെ, വിശുദ്ധ രഹസ്യങ്ങളെ അല്ലെങ്കിൽ ദൈവവചനത്തെ യഥാർത്ഥത്തിൽ എങ്ങനെ മനസ്സിലാക്കണമെന്നാണ് മജിസ്തീരിയം പഠിപ്പിക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെയല്ല, ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് വിചാരിച്ചിരിക്കുമ്പം മജിസ്തീരിയം അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഒരാൾക്ക് വേണേൽ പറയാം, കണ്ടോ വചനവിരുദ്ധമായി പഠിപ്പിക്കുന്നു എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ വചനത്തിൻ്റെ അധികാരിയും കൂടി ആയിരിക്കുന്ന സഭയ്ക്കാണ് എങ്ങനെയാണ് വചനത്തെ പഠിപ്പിക്കേണ്ടതെന്ന് പറയാൻ അധികാരമുള്ളത്. അതുകൊണ്ട് തിരുസഭ തൻ്റെ ഔദ്യോഗിക മജിസ്തീരിയം ഉപയോഗിച്ച് വചനത്തെക്കുറിച്ച് എന്തു വ്യാഖ്യാനിക്കുമ്പോഴും അത് വചനത്തോട് ചേർന്ന് തന്നെയായിരിക്കും. അങ്ങനെ ആയിരിക്കാൻ സഭ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. താങ്ക് യു അച്ഛൻ. 3-ാമത്തേതും അവസാനത്തേതുമായ ചോദ്യം, ഇവിടെ നമ്മുടെ ഇടയിൽ ഒത്തിരി തർക്കം നടന്നിട്ടുള്ളതാണ്. ഹല്ലേലൂയ എന്ന വാക്കിന് ദൈവത്തിന് സ്തോത്രം എന്നോ ആണ് സാധാരണ പറഞ്ഞു കേൾക്കാറുള്ളത്. അതിൽ ദൈവം എന്ന പദം ഹല്ലേലൂയയ്ക്കകത്ത് എവിടെയാണുള്ളത്? തീർന്നു, ചോദ്യം തീർന്നു. അച്ഛൻ മ്യൂട്ടാണ്, അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കുക. ഹല്ലേലൂയ എന്നതൊരു കൂട്ടിച്ചേർത്തുള്ളൊരു പദമാണ്. അത് ഈ ഏൽ എന്ന ശബ്ദം അതിനകത്ത് വരുന്നത് കൊണ്ടായി വരുന്നു എന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതാണ്, അതിൽ നിന്നാണ് എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത്. എനിക്കൊരു കൂടെ നോക്കേണ്ട ആവശ്യം കൂടെ വരാം. പക്ഷെ അതാണ് അതിനകത്ത്. ഞാൻ ചോദിച്ചോട്ടെ ഒരു മിനിറ്റ്, ജയജയ്ക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഞാൻ ഈ നമ്മളെ ഡേവിഡ് ഇത്തിരി അത്യാവശ്യമായിട്ട് ഇരിക്കുകയാണെന്ന് കരുതുന്നു. ഞാൻ അദ്ദേഹത്തിനോടൊന്ന് പോയിട്ട് അടുത്തത് വന്നാ പോരെ? ഓക്കെ, ഡേവിഡ് മൈക്ക് എടുത്തോളൂ. ഡേവിഡ്.
ശിവമശിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചു. അച്ചു, എനിക്ക് രണ്ട് ക്വസ്റ്റ്യനേ ഉള്ളൂ. അതായത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് തന്നെയാണോ എനിക്ക് ഒട്ടും കേൾക്കാൻ തിരിയുന്നില്ല, ക്ലിയർ ആവുന്നില്ലല്ലോ. ഇവിടെ ക്ലിയർ അല്ല, അതാണ് പ്രശ്നം. കേൾക്കാം, പക്ഷെ ക്ലിയർ അല്ല ശബ്ദം. ഇപ്പോഴോ? ഇവിടെ ട്രൈ ചെയ്ത് നോക്കട്ടെ, അച്ഛന് തിരിയുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. ഒരു മുഴക്കമാണ് ഡേവിഡ്, ഒരു കുടത്തിനകത്ത് വെച്ച് സംസാരിക്കുന്നത്. ഇവിടെ അല്ലെങ്കിൽ അല്പം കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ശ്രമിക്കുക. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, ട്രൈ ചെയ്ത് നോക്കാം. അച്ഛൻ പറയട്ടെ. അച്ചു കേൾക്കാവോ? എനിക്ക് ചില വാക്കുകൾ അങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞ് ടക്ക് 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 എന്ന് കട്ടായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് എത്ര ക്ലിയർ ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചോദിച്ചോളൂ. ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഞാൻ മോഡുകളെ ബൈപ്പാസ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മൈക്ക് എടുക്കുക, ചോദിക്കുക. ഞാൻ നിങ്ങളെ മറ്റുള്ളവർക്ക് അവസരം കൊടുക്കാനായിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മൈക്ക് എടുത്ത് ചോദിക്കാം. അച്ചോ, ഞാൻ ഇനി ചോദിക്കാൻ പോകുന്ന നമ്മുടെ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ ഡെയ് വെർബത്തെ കുറിച്ചിട്ടാണ്, ഓൺ ഡിവൈൻ റെവലേഷൻ. അതായത് ഡെയ് വെർബം എന്നുള്ള നമ്മുടെ ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ 3ാമത്തെ ചാപ്റ്ററിൽ സീക്രട്ട് സ്ക്രിപ്ചർ ഇറ്റ്സ് ഡിവൈൻ ഇൻസ്പിറേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ ഹെഡിങ്ങിൽ 11ാമത്തെ പാരഗ്രാഫാണ് എൻ്റെ ഡൗട്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അതായത് the inspiration they have God as their author and have been handed on as such to the church herself in composing the sacred books. അത് ഒന്നാമത്തെ ഒരു ഇതാണ്. God chose men and while employed by him, അതായത് God, they made use of their powers and abilities so that with him acting in them and through them they, as true authors, അതായത് sacred authors, consigned to writing everything and only those things which he wanted എന്നുള്ള ഒരു ആ 11th പാരഗ്രാഫിൽ വരുന്ന ലാസ്റ്റ് സെന്റൻസ് ആണ്. അത് നമ്മൾ ഏത് രീതിയിലാണ് ആ ഒരു ഇത് എടുക്കേണ്ടത്? അതായത് ഈ ചില പഴയ നിയമത്തെ ചില ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് ഈ പറയുന്ന, അതായത് ദൈവം അങ്ങനെ ചെയ്തു, ഉന്മൂലനം ചെയ്യാൻ ദൈവം കൂട്ടുനിന്നു, അല്ലെങ്കിൽ ദൈവം അവരെ കംപ്ലീറ്റ് ആയിട്ട് കനാനായക്കാരെയോ അല്ലെങ്കിൽ ദൈവം അവരെ ഉന്മൂലനം ചെയ്യാനുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ദൈവ കൽപ്പനകളൊക്കെ എടുത്തുകൊണ്ട് ചില കത്തോലിക്കരെങ്കിലും ഈ ഡെയ് വെർബത്തില് ഈ പാരഗ്രാഫ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ വിശുദ്ധ ഗ്രന്ഥകർത്താവ് ദൈവം എന്തു പറഞ്ഞോ അല്ലെങ്കിൽ എന്തു ചെയ്തോ അത് മാത്രമേ ഗ്രന്ഥകർത്താവ് എഴുതാൻ അവന് പറ്റുകയുള്ളൂ എന്ന് പറയുന്ന ഒരു സ്ട്രിക്റ്റ് ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ ഇവിടെ വരാറുണ്ട്. അത് എത്രമാത്രം അത് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ ഈ പ്രവാസശബ്ദത്തിന്റെ ക്ലാസ്സിൽ ഈ വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ടൊരു അവരൊക്കെ എടുത്ത് 2 പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ടായി. എപ്പോഴെങ്കിലും അതിനകത്ത് ഒന്ന് അതിന്റെ പ്ലേലിസ്റ്റ് കയറി നോക്കാൻ പറ്റുവാണെങ്കിൽ ചിലപ്പോൾ അത് ഹെൽപ്ഫുൾ ആവും. ഞാൻ ഷോർട്ടായിട്ട് പറയാം. അതായത് 2-3 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ആരാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഓതർ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം തിരുസഭ നൽകുന്നത് ദൈവമാണ് ഓതർ എന്നാണ്. ദൈവം ഓതറായിരിക്കുന്നു എന്നതിനെയാണ് ദൈവനിവേശിതത്വം എന്ന് വിളിക്കുന്നത്. ഇനി അപ്പോൾ ഇവരാരാണ്? അവരെ വിളിക്കുന്നത് ട്രൂ ഓതേഴ്സ് എന്നാണ്. ട്രൂ ഓതേഴ്സ്. എന്തുകൊണ്ടാണ് ട്രൂ ഓതേഴ്സ് എന്ന് വിളിക്കുന്നത്? അവർ വെറുതെ ഒരു ഡമ്മി ഓതേഴ്സ് അല്ല, അല്ലെങ്കിൽ ദൈവം പറയുന്നത് കേട്ടിട്ട് ചുമ്മാ കേട്ടെഴുത്തുകാർ മാത്രമല്ല എന്നത് പറയാൻ വേണ്ടിയാണ്. എന്താണ് അതിനകത്ത് 2 കാര്യങ്ങൾ. ദേ മേഡ് യൂസ് ഓഫ് ദെയർ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് എന്നാണ്. മലയാളത്തിൽ അതിനെ അവരുടെ കഴിവുകളും ശക്തികളും എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും. അവരുടെ കഴിവുകളും അവരുടെ ശക്തികളും എന്ന് പറഞ്ഞാൽ അവരുടെ പരിജ്ഞാനം, അവരുടെ പൂർവ്വജ്ഞാനം, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി കാര്യങ്ങൾ അവരിലുള്ളതൊക്കെ അതും ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ തന്നെ ദൈവം അവർക്ക് ഡിക്റ്റേറ്റ് ചെയ്യുകയായിരുന്നില്ല എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ദൈവം കൊടുക്കുന്നത്. ഇനി എന്താണ് ഇതിൻ്റെ വാലിഡിറ്റിയുടെ ഏരിയ ഏതാണ്? രക്ഷാ സന്ദേശത്തിൽ അതിനകത്ത് ഇവരുടെ പരിമിതികൾ അതിനെ ടച്ച് ചെയ്യില്ല എന്നാണ്. എന്ന് വെച്ചാൽ ദൈവം നൽകുന്ന സന്ദേശത്തെ തെറ്റുകൂടാതെയും കുറവ് കൂടാതെയും പൂർണ്ണമായും മുഴുവനായി എഴുതാനും ദൈവം ആഗ്രഹിച്ച സന്ദേശം മാത്രം എഴുതാനും ദൈവം അവരെ സഹായിച്ചു, പരിശുദ്ധാത്മ അവരെ സഹായിച്ചു എന്നതുകൊണ്ടാണ് അവർ സേക്രഡ് ഓതേഴ്സ് എന്ന് വിളിക്കപ്പെടുന്നത്. അതെന്ന് വെച്ചാൽ അതിൻ്റെ സന്ദേശവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് എറർ പ്രൂഫ് ഉള്ളത്. ദൈവം അവർക്ക് അസിസ്റ്റൻസ് കൊടുക്കുന്നത്. ഇനി മറുവശത്ത് ആ സന്ദേശം അവതരിപ്പിക്കാനുള്ള മാർഗങ്ങൾ, അതിനുള്ള ഭാഷ, അതിൻ്റെ ചിലപ്പോൾ ഉദാഹരണങ്ങൾ പെറുക്കിയെടുക്കുന്നതാവാം. അതിനകത്തൊക്കെ ചൂസ് ചെയ്യാനുള്ള ഫ്രീഡം
ദൈവം ഈ വിശുദ്ധ ഗ്രന്ഥകാരന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തിനാ അത് കൊടുത്തതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനകത്ത് പോയി കാണാൻ പറ്റും. അത് മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഭാഗമാണ്. അതായത് തന്റെ റെവലേഷനെ ദൈവം മനുഷ്യനെ തന്റെ റെവലേഷന് ദൈവം മനുഷ്യനെ പങ്കാളിയാക്കുവാണ്. ആ പങ്കാളിത്തം വ്യക്തമാക്കാനും കൂടെ വേണ്ടിയിട്ടാണ് മനുഷ്യൻ കേൾക്കേണ്ട വചനത്തെ മനുഷ്യനിലൂടെ സംസാരിക്കാൻ വേണ്ടി, അവന്റെ ചരിത്രത്തിലും അവന്റെ പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി ദൈവം അവനെ പങ്കാളിയാക്കി. പക്ഷെ അപ്പോഴും അവനിലൂടെ പറഞ്ഞു വരുന്ന സന്ദേശത്തിന് തെറ്റ് വരാതിരിക്കാൻ ദൈവം അവന് പ്രൊട്ടക്ഷനും കൊടുത്തു. ഇതാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ഇങ്ങനല്ലേ, അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലോസ്, നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളുടെ വിവരണം എഴുതാൻ അനേകർ പരിശ്രമിച്ചിട്ടുണ്ടല്ലോ, എന്നാൽ എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച് ക്രമമായി നിനക്ക് എഴുതുന്നത് ഉചിതമാണെന്ന് എനിക്കും തോന്നിയെന്നാണ്. ക്രമമാക്കുകയും സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്യുന്നത് ഈ വിശുദ്ധ ഗ്രന്ഥകാരൻ ചെയ്യുന്ന ദൗത്യമാണ്. അപ്പം അത് അദ്ദേഹം ചെയ്യുമ്പോൾ ആ പ്രവൃത്തിയിലും അതിലൂടെ കടന്നു പോകുന്ന സന്ദേശത്തിലും ഒരിക്കലും തെറ്റുവരാതിരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. എന്നാൽ അവരുടെ കഴിവുകൾ ഉപയോഗിക്കും. ഉദാഹരണത്തിന് അവരുടെ ചരിത്ര പരിജ്ഞാനം ദൈവം ഉപയോഗിക്കാൻ അവരെ അനുവദിക്കുന്നു. അപ്പോൾ അതിന് തെറ്റുകൾ ഉണ്ടാവാം. ഇപ്പോൾ ഉദാഹരണത്തിന് ബൈബിളിൽ നെബൂഖദ്നേസറിന്റെ കാലഘട്ടം പറയുന്നത് തെറ്റാണ്. അങ്ങനെ തുടങ്ങുന്ന ചരിത്രപരമായ തെറ്റുകൾ ഉണ്ടാവാം, ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്സ് ഉണ്ടാവാം, ഭാഷയിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഇതൊക്കെ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ നിറച്ച് തെറ്റാണെന്നല്ല, അതിനകത്ത് അങ്ങനത്തെ തെറ്റുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ രക്ഷാസന്ദേശം ബൈബിളിൽ ദൈവം ആവശ്യപ്പെട്ടത് പൂർണ്ണമായിട്ട് എഴുതി, അത് മാത്രം അവരെഴുതി, അല്ലാണ്ട് അവരുടെ ഒരു സന്ദേശം അവരതിനകത്ത് ആഡ് ചെയ്തില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് ഇവിടെ ഒരു ഫോളോ അപ്പ് ചോദ്യം അതിന്റെ തന്നെ. അതായത് അവർക്ക് പല പരിമിതികളും പ്രകടമായിട്ടുണ്ടാകാം എന്ന് അച്ഛൻ പറയുമ്പോൾ അവരുടെ ദൈവസങ്കല്പം, ഒരു പക്ഷെ അങ്ങനെ എഴുതുന്ന എഴുത്തുകാരുടെ ദൈവസങ്കല്പം ഒരു പക്ഷെ ആൾക്കൊരു പോളിതിസ്റ്റിക് വ്യൂ, അല്ലെങ്കിൽ പോളിതിസ്റ്റിക് അല്ല, ഹെനോതിസ്റ്റിക് വ്യൂ, അതായത് കുറേ ദൈവമുണ്ട്, അതിൽ ഇതാണ് എൻ്റെ സത്യദൈവം എന്നുള്ള പല അപക്വമായിട്ടുള്ള ദൈവസങ്കല്പവും, അല്ലെങ്കിൽ ഈ ശാസ്ത്ര പരിമിതികളും, അല്ലെങ്കിൽ ചരിത്രാതീതമായ പരിമിതികളും, അല്ലെങ്കിൽ പല കാര്യങ്ങളും ആൾക്കൊരു റെട്രിബ്യൂട്ടീവ് വ്യൂ ആയിരിക്കും ദൈവത്തെക്കുറിച്ച്. ദൈവം ഇങ്ങനെ അവെഞ്ചഫുൾ ഗോഡാണ്. അത്രയും ഉള്ള നമ്മുടെ പഴയ നിയമത്തിൽ പ്രത്യേകിച്ചും അവർക്ക് ഫുൾ വെളിപാട് കിട്ടാത്തവർക്ക് അങ്ങനത്തെ പരിമിതമായിട്ടുള്ള ഒരു ദൈവ സങ്കല്പവും അതിൽ പ്രകടമാകാൻ സാധ്യതയില്ലേ ഈ പഴയ നിയമം? അതായത് ഇത് രണ്ട് കാര്യങ്ങളെ കൂട്ടിക്കുഴച്ച ഒരു ചോദ്യമാണ്. കൂട്ടിക്കുഴച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഴപ്പമില്ല, ചോദിച്ചയാളുടെ കുഴപ്പമില്ല. രണ്ട് വിഷയങ്ങൾ അതിനകത്ത് കയറി വന്നിട്ടുണ്ട്. ഒന്നാമത്തേത്, ഈ വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ഇതൊക്കെ എഴുതുമ്പം അവരത് വിശ്വസിച്ചുകൊണ്ടാണോ എഴുതിയത് എന്ന ചോദ്യം. രണ്ടാമത്തേത്, പഴയ നിയമത്തിലെ ദൈവം പുതിയ നിയമത്തിലെ ദൈവം ഇത് രണ്ട് ദൈവമാണോ എന്ന ചോദ്യം. ഈ രണ്ട് ചോദ്യവും ശരിക്കും പറഞ്ഞാൽ ഇവർ എന്താ നടന്നതെന്ന് അറിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. ഈ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത്, പ്രത്യേകിച്ച് പഴയ നിയമത്തിനകത്ത്, അതിനകത്തൊരു വളർച്ചയുണ്ട്. വളർച്ച എന്ന് പറഞ്ഞാൽ സ്ക്രിപ്ചറിന്റെ വളർച്ച എന്നതിനേക്കാൾ ഒരു മനുഷ്യവംശം, തീർത്തും പ്രാകൃതരായിരുന്ന ഒരു മനുഷ്യവംശം ദൈവിക രഹസ്യങ്ങളുടെ അറിവിലും പരിശീലനത്തിലും വളർന്നതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് പഴയ നിയമത്തിലുള്ളത്. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ ചിന്താധാരകളെല്ലാം വിശുദ്ധ ഗ്രന്ഥത്തിൽ അങ്ങനെ തന്നെ ഉണ്ടാകാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തിൻ്റെ ആന്തരിക അസ്തിത്വത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഒരു പ്രബോധനമായി മാറാതിരിക്കാനും ദൈവം വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മളതിനെ എങ്ങനെ മനസ്സിലാക്കണം എന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിൻ്റെ കുറച്ച് കോൺക്രീറ്റ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാലേ, ഈ വിശുദ്ധ ഗ്രന്ഥം ഒരു മനുഷ്യനെ, ഒരു കൊച്ചിനെ വളർത്തിയെടുക്കുന്നത് പോലെ ഒരു ജനത്തെ വളർത്തിയെടുക്കുന്നതിന്റെ വിവരണമാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു ജനത്തെ വളർത്തിയെടുത്തത് എന്നാണ് കാണുന്നത്. അപ്പൊ ആ ജനത്തിന്റെ അവസ്ഥ എന്തായിരുന്നു, ഓരോ സ്റ്റേജിലും അവർക്ക് എന്ത് ജ്ഞാനം ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെ നിന്നുകൊണ്ട്, അവരിൽ ഒരാളായി നിന്നുകൊണ്ടാണ് ഈ വിശുദ്ധ ഗ്രന്ഥകാരന്മാര് ദൈവിക രഹസ്യം അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ചിന്താധാരകൾ അതിനകത്തുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പം ദൈവത്തെക്കുറിച്ചുള്ള അറിവിന്റെ ഒരു വളർച്ച വിശുദ്ധ ഗ്രന്ഥം തരും. അത് ആ ജനം സ്വീകരിച്ച വളർച്ചയാണ്. ദൈവത്തിന്റെ സംസാരത്തിനകത്തൊക്കെ അതാണ് നമ്മൾ കാണപ്പെടുക. ഈ ദൈവം നേരിട്ട് അങ്ങനെ സംസാരിക്കുന്നതിനേക്കാൾ അത് ദൈവത്തിന്റെ സംഭാഷണമായി അവതരിപ്പിക്കുന്നത് ഒരു പ്രബോധന പർപ്പസോട് കൂടിയിട്ടാണ്. അതിങ്ങനെയാണ്, ആദ്യത്തെ സ്റ്റേജിൽ ദൈവം മറ്റെല്ലാ ദേവന്മാരെക്കാളും വലിയവനാണ് ഞാൻ എന്ന് പഠിപ്പിക്കും. എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിലുള്ള മറ്റ് ദേവന്മാരെ ഒന്നും നേരിട്ട് പ്ലെയിൻ ആയിട്ട് ഡിനേ ചെയ്യാതെ, അവർ വിശ്വസിച്ചിരുന്ന ദേവന്മാരെ ഒന്നും ഡിനേ ചെയ്യാതെ ദൈവം പറയുകയാണ്, ഞാനാണ് ദൈവങ്ങളുടെ ദേവൻ, ഏറ്റവും വലിയ ദേവൻ, ഐ ആം ദ ഗോഡ് എബവ് ഓൾ അതർ ഗോഡ്സ് എന്ന് ആദ്യം പഠിപ്പിക്കുന്ന നമ്മൾ കാണും.
ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴത്തേനും ആം ദ ഓൺലി ഗോഡ് എക്സിസ്റ്റഡ് എന്ന് പഠിപ്പിക്കുന്ന നമ്മൾ കാണും. എന്ന് പറഞ്ഞാൽ ഞാനല്ലാതെ വേറൊരു ദൈവവും ഇല്ല എന്ന് അവർ പഠിപ്പിക്കുന്നത് കാണും. ഇനി മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് ഞാൻ ത്രിത്വമാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഴയ നിയമത്തിലെ എല്ലാ ദൈവങ്ങളെയും ഒരുപോലെ കണ്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ ത്രിത്വം എന്ന് പറഞ്ഞാൽ ഓക്കെ, അത് തന്നെ നമ്മൾ നിറച്ച് ദൈവമുണ്ട് എന്ന മട്ടിലേ അവരതൊക്കെ മനസ്സിലാവുള്ളൂ. കുറേ ദൈവങ്ങളുടെ കൂട്ടത്തിൽ 2-3 കൂടെ വന്നു, ഓക്കെ ആയിക്കോട്ടെ എന്നവർ കരുതും. അപ്പോൾ ആദ്യം അവരെ ഒരു സിംഗുലാരിറ്റി ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് പതുക്കെ അവരെ നയിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരുക്കപ്പെട്ട ജനത്തോടാണ് പുതിയ നിയമത്തിൽ ആ ഏകനായ ദൈവം 3 ദൈവിക വ്യക്തികളാണ് എന്ന് ദൈവം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അത് വെളിപ്പെടുത്താൻ ദൈവത്തിന് ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, അത് സ്വീകരിക്കാൻ മനുഷ്യന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ദൈവം അവൻ്റെ കൂടെ നടന്ന് അവൻ്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നത്. അപ്പോൾ ആ സംസാരം അവരോട് നടത്തുന്ന സംസാരമാണ് നമ്മൾ ഓർക്കണം. ദൈവം അവരോട് നടത്തുന്ന സംസാരമാണ്. അതാത് കാലഘട്ടത്തിലെ ജനത്തോട് സംസാരിക്കുന്നു. ഒപ്പം അതിനൊരു ഭാവി മൂല്യവും കൂടിയുണ്ട്. ഭാവിയിൽ പൂർത്തിയാകാനിരിക്കുന്ന രഹസ്യങ്ങൾ അതിനകത്ത് ഉൾച്ചേർന്നിരിക്കുന്നു. പക്ഷെ ആദ്യത്തെ സ്റ്റേജിലെ ഡയറക്റ്റ് ലിസണേഴ്സ് ആ കാലഘട്ടത്തിലെ ആളുകളാണ്. അപ്പോൾ അവരുടെ ചിന്തകളും അവരുടെ തെറ്റിദ്ധാരണകളും ഒക്കെ ആ കാലഘട്ടത്തിൻ്റെ രചനകൾക്കകത്ത് നിൽക്കാൻ ദൈവം അനുവദിക്കുന്നുണ്ട്. ഒപ്പം അതിനകത്തുകൂടെ ദൈവം ശരിയായ രക്ഷാകര ചരിത്രത്തിൻ്റെ ഒരു വളർച്ച സാധ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടുപേരുടെ കൂടിയ തരം ഒരു കോംപ്ലക്സ് ഓതർഷിപ്പ് അതിനുള്ളത്. ദൈവം അതിൻ്റെ സന്ദേശത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വരാതിരിക്കാനും ഭാവിയിലും ഒരു പ്രശ്നം വരാതിരിക്കാനും സംരക്ഷിക്കുകയും, എന്നാൽ അതേസമയം അതിനകത്ത് കിടക്കുന്ന ഒരു മ്യൂച്വൽ ഡയലോഗിൽ, അതായത് ആ കൾച്ചറും അവരുടെ വിശ്വാസവും ത്തിനകത്ത് ദൈവം എങ്ങനെ സംസാരിച്ചു, അവരെങ്ങനെ അതിനോട് റിയാക്ട് ചെയ്തു എന്ന് തുടങ്ങുന്ന എന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് പഴയ നിയമത്തിനകത്ത് ഒരു സ്ഥലത്ത് നമ്മൾ കാണും, എല്ലാത്തിനും ഒരു സമയമുണ്ട്, വിതയ്ക്കാൻ ഒരു സമയം, കൊയ്യാൻ ഒരു സമയം എന്ന് പറയും. അത് അവരുടെ അന്നത്തെ കാലത്തെ കാഴ്ചപ്പാടാണ്. അത് നമുക്ക് ഇന്നെടുത്തുകൊണ്ട് ദൈവം ഓരോ സമയത്തേക്ക് നിശ്ചയിച്ചു വെച്ചിരിക്കുന്നതാണെന്ന് പറയാൻ പറ്റില്ല എന്ന് കുറെ കൂടെ വളർന്നപ്പം കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിച്ചു. അപ്പം അതുകൊണ്ട് പഴയ നിയമത്തിലെ ദൈവം അവർ അനുഭവിച്ച ദൈവമാണ്, അഥവാ അവർ മനസ്സിലാക്കിയ ദൈവമാണ്, അവർ കരുതിയ ദൈവമാണ്. ഇനി ഒപ്പം അവരോട് ആ വിധത്തിലാണ് ദൈവം അന്ന് ഇടപെട്ടതും. കാരണം എന്താണ്, ഒരു കൊച്ചിനോട് നമുക്ക് പിള്ളേരുണ്ടെന്ന് വിചാരിച്ചു, ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനോട് നമ്മൾ വടിയുടെ ഭാഷ ഉപയോഗിച്ചായിരിക്കും സംസാരിക്കുന്നത്. ആ കുട്ടി തന്നെ ഭാവിയിൽ ഡോക്ടറായി കഴിഞ്ഞാൽ ഒപ്പത്തിന് ഇരുന്നിട്ട് ആദരവോടെ ആയിരിക്കും ഈ അപ്പൻ സംസാരിക്കുന്നത്. കാരണം എന്താണ്, അപ്പൻ അന്നും ഇന്നും ഒരപ്പൻ തന്നെ. പക്ഷെ വ്യത്യാസം എന്താണ്, അവത് കേൾക്കാൻ കഴിയുന്ന അവൻ്റെ ബൗദ്ധിക ശേഷിക്കും അവൻ്റെ പ്രായത്തിനും പക്വതയ്ക്കും ഒക്കെ ഉണ്ടായ വ്യത്യാസത്തിനനുസരിച്ചാണ് ദൈവം അവനോട് സംസാരിക്കുന്നത്. സത്യത്തിൽ ഈ അപ്പൻ എന്താ ചെയ്തത്, ഈ കൊച്ചിനെ അപ്പനൊപ്പം നിന്ന് സംസാരിക്കാൻ കഴിയുന്ന പരുവത്തിലേക്ക് മെല്ലെ 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 വളർത്തി. അപ്പോൾ ചെറുപ്പത്തിൽ അപ്പൻ ചിലപ്പം കൊച്ചിന് ചിലപ്പം കഥ പറഞ്ഞു കൊടുക്കുമ്പം ആമയുടെയും മുയലിൻ്റെയും കഥ പറഞ്ഞു കൊടുക്കുമായിരിക്കും. ഒരു ഡോക്ടറായ കൊച്ചിനോട് അപ്പൻ കാര്യം പറയാനായിട്ട് ആമയുടെ മുയലിൻ്റെയും കഥ പറയൂ, വേറെ കാര്യങ്ങളാണ് ഉപയോഗിക്കുക. അപ്പോൾ അത് അപ്പൻ അന്ന് എന്നോട് അത് പറഞ്ഞല്ലോ, എന്താ ഇപ്പോൾ അത് പറയാത്തതെന്ന് ചോദിക്കുന്നതിനകത്ത് അർത്ഥമില്ല. അത് പറഞ്ഞ അപ്പൻ വേറൊരപ്പനായിരുന്നു, ഇത് പറഞ്ഞ അപ്പൻ വേറൊരപ്പനാണ് എന്നും വിചാരിക്കേണ്ടതില്ല. മനുഷ്യന്റെ വളർച്ചയോടൊത്ത് ദൈവം അവനോട് സംസാരിക്കുന്ന വിധത്തിനകത്തും വളർച്ചയുണ്ടാകുന്നു. അഥവാ ദൈവം അവനെ അല്പാൽപമായി പഠിപ്പിച്ച് വളർത്തുന്നു എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി. അതെല്ലാം ഇന്നൊരു സെക്കുലർ വേൾഡിൽ നമ്മൾ ഇന്നും അങ്ങനെ ചെയ്യാറുണ്ട്. ഉദാഹരണത്തിന് 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കും, സൂര്യൻ കിഴക്കുദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. കൊച്ചതും വിശ്വസിച്ചിട്ടാണ് വീട്ടിൽ പോകുന്നത്. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആകുമ്പോൾ പറയും, ചുമ്മാ പറഞ്ഞതായിരുന്നു, സൂര്യൻ അവിടെ നിൽക്കുക, നമ്മളാണ് കറങ്ങുന്നത് എന്ന് പറഞ്ഞ് അതിനെ പ്യൂരിഫൈ ചെയ്യുന്നു. ആദ്യത്തത് ഡിനൈ ചെയ്യുന്നത് എന്നതിനേക്കാൾ അത് നമുക്ക് അങ്ങനെയാണ് അനുഭവപ്പെടുന്നത്, പക്ഷെ ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് കൂടുതൽ ക്ലാരിറ്റി കൊടുക്കുക. ഈ ക്ലാരിറ്റി 4ാം ക്ലാസ്സിൽ കൊടുത്താൽ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തുമില്ല, അവർക്കത് മനസ്സിലാവുകയില്ല എന്നുള്ളത് കൊണ്ട് അവന് മനസ്സിലാകുന്ന തരത്തിലുള്ളൊരു ജോഗ്രഫി അന്ന് അവർക്ക് വേണ്ടി കൊടുക്കും. അതിൻ്റെ പേരിൽ ടീച്ചറിനെ നമുക്ക് കോടതി കയറ്റാനൊന്നും പറ്റത്തുമില്ലല്ലോ എന്നതുപോലെയാണ്. അത് ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ ഇമ്മനൻസിലല്ല വ്യത്യാസമുള്ളത്. ദൈവം സംസാരിക്കുന്നത് കേട്ടവർ അതെങ്ങനെ സ്വീകരിച്ചു, അവർക്കെന്ത് മനസ്സിലായി, അവരെന്ത് തെറ്റിദ്ധരിച്ചു, അവർ ചെയ്ത പല കാര്യങ്ങളും ദൈവത്തിലേക്ക് എങ്ങനെ ആട്രിബ്യൂട്ട് ചെയ്തിരുന്നു എന്നതിൻ്റെയൊക്കെ ഒരു സുതാര്യമായ, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള, സത്യസന്ധമായ, മറച്ചുവെക്കലുകളില്ലാത്ത ഒരു റെക്കോർഡാണ് പഴയ നിയമം. അതുകൊണ്ട് പഴയ നിയമത്തിനകത്തുള്ളവയൊക്കെ പുതിയ നിയമത്തിൻ്റെ നിഴലുകളായിട്ട് മാത്രമേ വ്യാഖ്യാനിക്കാവൂ. പുതിയ നിയമത്തിലാണത് പൂർത്തീകരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ എഴുതുന്നു വിചാരിച്ചു. എൻ്റെ ബാല്യത്തെക്കുറിച്ചുള്ള വിവരണങ്ങളെല്ലാം ഒരു വൈദികനായിരിക്കുന്ന എൻ്റെ ബാല്യം എന്ന മട്ടിലെ അതിനെ അവതരിപ്പിക്കാൻ പാടുള്ളൂ. എന്നതുപോലെ മിശിഹായിൽ പൂർത്തിയായ സുവിശേഷം, മിശിഹായിൽ പൂർത്തിയായ ദൈവിക വെളിപാട്, ആ വെളിപാടിലേക്ക് എങ്ങനെ ജനത്തെ വളർത്തി, അതിൻ്റെ പടികൾ എന്തൊക്കെയായിരുന്നു, പഴയ കാലങ്ങളിൽ എന്തൊക്കെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്, അവരുടെ തെറ്റിദ്ധാരണകൾ എന്തായിരുന്നു, അവരുടെ തെറ്റിദ്ധാരണകൾ മാത്രമല്ല അവർ ചെയ്ത തെറ്റുകൾ ദൈവത്തിൽ അവർ ആരോപിച്ച് സമാധാനപ്പെട്ടിരുന്നത് എങ്ങനെയായിരുന്നു എന്നതെല്ലാം പഴയ നിയമത്തിൽ കാണും. അതുകൊണ്ടാണ് നമുക്കൊരു മജിസ്തേരിയം
ഈ ഭാഗങ്ങളെ വിവരിക്കാൻ ആവശ്യമായിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ച് ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ദൈവം അങ്ങനെ ദൈവം, പഴയ നിയമത്തിലെ ദൈവം വേറെ ദൈവം, പുതിയ നിയമത്തിൽ പുതിയൊരു ദൈവം. പഴയ നിയമത്തിലെ ദൈവം യഹോവയായിരുന്നു, പുതിയ നിയമത്തിലെ ദൈവമാണ് പിതാവായ ദൈവം. ഈ രണ്ടും രണ്ടാന്നൊക്കെ കരുതുന്ന തീർത്തും അജ്ഞാതമായി സംസാരിക്കുന്ന ആൾക്കാരൊക്കെയുണ്ട്. അപ്പോൾ അത് ദൈവം തന്നെ അവതരിപ്പിക്കുന്നതിനെ അല്പാൽപമായി ഇവർ ഗ്രഹിക്കുന്നതാണ് ശരിക്കും. താങ്ക് യു അച്ഛാ. ഞാൻ മാത്തുക്കുട്ടിയുടെ അനുവാദത്തോടെ ഡേവിഡിലേക്ക് ഒരിക്കൽ കൂടെ പോവാണ്. ഡേവിഡ് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ ശ്രമിച്ചോളൂ. ഡേവിഡ്. ഡേവിഡ് എന്തോ ഒരു പ്രശ്നം. മാത്തുക്കുട്ടി മൈക്ക് എടുത്തോളൂ. അച്ഛാ ഞാൻ എനിക്ക് 2 ചോദ്യമാണ് ഉള്ളത്. പക്ഷേ ഒരു ചോദ്യം ഞാൻ ഇപ്പൊ ചോദിക്കാം, പിന്നെ ഒരെണ്ണം പിന്നീട് എപ്പോഴെങ്കിലും ആൾക്കാരുടെ ക്വസ്റ്റ്യൻസിനിടയിൽ എന്താ പറയുക, എന്റെ സൗണ്ട് തന്നെ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അതിലൂടെ പറ്റും. ഒറ്റ ചോദ്യം നിർത്തുക, ഒരു ചോദ്യം അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴും ഫോളോ ചെയ്യും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇപ്പം നമ്മുടെ ബൈബിളിലെ പല ഇവന്റുകളും അതിനകത്തൊക്കെ അതിസാധാരണത്വം കണ്ടെത്താൻ കഴിയും. ഇപ്പം ചെങ്കടലിലെ പേടിച്ച് എനിക്ക് കേൾക്കാൻ പറ്റില്ല. എന്തുണ്ടെന്ന് പറയുന്നത്? സൂപ്പർ നാച്ചുറൽ എന്ന ഒരാൾക്ക് തോന്നുന്ന കുറെ കാര്യങ്ങൾ ഞാൻ പറയുന്ന ക്ലാരിറ്റി ഉണ്ടോ? കേൾക്കാൻ കഴിയും? ഓക്കെ, ഒരു മിനിറ്റ് അടുത്ത ആളിലേക്ക് പാസ് ചെയ്യാം. മൈക്ക് എടുത്തോളൂ. ഉണ്ടോ? അവൈലബിൾ അല്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ബെൻസ് ബ്രദറിലേക്ക് പോകണം. ബെൻസ് ബ്രദറെ ഉണ്ടെങ്കിൽ മൈക്ക് എടുത്തോളൂ. നമുക്കൊരു 10 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ എനിക്ക് കുർബാനയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഫാസ്റ്റ് ആക്കാം. ഓക്കെ അച്ഛാ, എൻ്റെ ചോദ്യം, ഈ ട്രിനിറ്റിയും YHWH തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? കാരണം ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം പഴയ നിയമത്തിൽ കാണുന്ന യഹോവ അല്ലെങ്കിൽ യാഹ്വേ YHWH ഇത് പിശാചാണ്, കത്തോലിക്കരുടെ ദൈവം ട്രിനിറ്റി ആണെന്നുള്ള ഒരു പഠിപ്പിക്കൽ ക്ലബ് ഹൗസിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അച്ഛന് ചോദ്യം മനസ്സിലായെന്ന് തോന്നുന്നു. ഇതൊരു ഡയറക്റ്റായിട്ട് ആദ്യം ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. അതായത് പഴയ നിയമത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ദൈവവും പുതിയ നിയമത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ദൈവവും തമ്മിൽ ഒരു വ്യത്യാസമില്ല. പഴയ നിയമത്തിൽ ഒരിക്കലും ഒരു പിശാച് ദൈവത്തെക്കുറിച്ചും പറയില്ല. പഴയ നിയമ ജനതയ്ക്ക് പലതരം ദൈവ വിചാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാല് മുതലുള്ള ഒത്തിരി അക്ഷര പ്രതിമകൾ തുടങ്ങി ഒത്തിരി പ്രതിമകളും ഒക്കെ അവർക്കുണ്ടായിരുന്നു. അവരൊരു എന്താ പറയുക, പല ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന വിഗ്രഹാരാധകരുടെ ഒരു വൻ ചരിത്രമുള്ള ഒരു ഗ്രൂപ്പായിരുന്നു അവർ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ പരിശോധനകളൊക്കെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പം ഇസ്രായേലിൽ പോലുമോ അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്നോ അവർ വന്ന വഴിയിലോ ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുള്ള വിഗ്രഹങ്ങളുടെ ഒക്കെ തെളിവുകൾ സാധനം കാണാൻ പറ്റും. ചിലപ്പോൾ ചില അപൂർവം ഈ ഹിസ്റ്റോറിക്കൽ നരേഷൻ നടത്തുന്ന ചില ഭാവാളുകൾ അവർ ചിലപ്പം ഇവരുടെ പല ദൈവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കരുതാൻ സാധ്യത. അതിന് മുമ്പുള്ള കാലഘട്ടത്തിലാണ്. ഏതായിരുന്നാലും അങ്ങനെ ജീവിക്കുന്ന ഒരു ദൈവത്തോടാണ്, ജലത്തോടാണ് ദൈവം സംസാരിച്ചു തുടങ്ങുന്നത്. ദൈവം അല്പാൽപമായി വെളിപ്പെടുത്തി വരുന്നതാണ് നമ്മൾ പഴയ നിയമത്തിൽ മുഴുവൻ കാണുന്നത്. ഇനി ഈ YHWH എന്ന് പറയുന്ന ഒരു ദൈവത്തിന്റെ പേരല്ല. പകരം മോശ ചോദിക്കുകയാണ്, ആരാണ് ദൈവമേ നീ ആണെന്ന് ഞാൻ പറയുമ്പം ഏത് ദൈവമാണ് അവർ ചോദിക്കുക. അതിപ്പോൾ ബാലാണോ എന്ത് ദൈവമാണ് നിന്നോട് സംസാരിച്ചതെന്ന് ജനം എന്നോട് ചോദിക്കുകയല്ലേ. അപ്പം ഞാൻ നിന്റെ പേരെന്തെന്നാ പറയേണ്ടത് എന്ന് ചോദിക്കുമ്പം ദൈവം അവനോട് കൊടുത്ത മറുപടി ഇതാണ്, യാവേ അഥവാ അയാം ഹുവാം എന്നോ അല്ലെ അയാം എന്നോ മാത്രം ട്രാൻസ്ലേറ്റ് ചെയ്യാവുന്ന ഒരു വാക്കാണ് ദൈവം അവരോട് സംസാരിക്കുന്നത്, പറയുന്നത്. നിന്റെ പേരെന്ന് ചോദിക്കുമ്പം ഞാൻ ആകുന്നു എന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ മോശയെ തുടർന്ന് ഇസ്രായേലും ദൈവത്തോട് ചോദിച്ച ചോദ്യത്തിന് ദൈവം കൊടുത്ത മറുപടിയെ ദൈവത്തിന്റെ പേരായിട്ടങ്ങ് അസ്യൂം ചെയ്തു എന്ന് പറയാൻ തെറ്റിദ്ധരിച്ചതല്ല. ദൈവം അവരങ്ങ് ഏറ്റെടുത്തു. ആയിക്കോട്ടെ, അങ്ങനെ ദൈവം പറഞ്ഞെങ്കിൽ അങ്ങനെ അതൊരു പേരല്ല. ഞാൻ ആകുന്നു ആരെങ്കിലും ആർക്കെങ്കിലും പേരിടും, അങ്ങനെ പേരില്ല. പിന്നെ എന്താണ് അതിന്റെ അർത്ഥം? അതിനെക്കുറിച്ച് ബെനഡിക്ട് മാർ പാപ്പയുടെ ഇൻട്രൊഡക്ഷൻ ടു ക്രിസ്റ്റോളജിക്കകത്തിന്റെ ആരംഭത്തിലും അതിനെക്കുറിച്ച് ഒരു നരേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 2 അർത്ഥങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, അയാം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഉണ്മ, യഥാർത്ഥത്തിലായിരിക്കുന്നവനാണ് ഞാൻ എന്നാണ് ദൈവം പറഞ്ഞത്. അതായത് നിങ്ങൾ കരുതുന്ന പോലെ കല്ലുമണ്ണൊന്നുമല്ല, യഥാർത്ഥത്തിൽ പൂർണ്ണമായ ഉണ്മയായിരിക്കുന്ന ദ റിയൽ ഗാഡ് എന്ന് വിളിക്കപ്പെടാവുന്നത് ആരോ അവനാണ് ഞാൻ. എനിക്ക് പിന്നെ വേറെ പേരൊന്നും ആവശ്യമില്ല. യുണീക്ക്, ഞാൻ അല്ലാണ്ട് വേറെ ദൈവമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് വേറെ പേരിൻ്റെ ആവശ്യമില്ല. പല മനുഷ്യர்களுണ്ടല്ലോ നമ്മൾ ഓരോരുത്തർക്കും പേരിൻ്റെ വരുന്നത്. അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആകുന്നു എന്നാണ് ദൈവത്തിന്റെ അബ്സല്യൂട്ട് ഉണ്മയെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ അർത്ഥം. രണ്ടാമത്തെ അർത്ഥം കൂടെ ഉണ്ടെന്ന് ബെനഡിക്ട് പാപ്പ പഠിപ്പിക്കും. അത് രസകരമാണ്. അതിങ്ങനെയാണ്, എൻ്റെ പേരെന്താണ് ഇപ്പം നീ അറിയണ്ട എന്നാണ്. എൻ്റെ പേരെന്താ നീ അറിയണ്ട. കാരണം എന്താണ്? അത് അറിയാനുള്ള റെവലേഷന്റെ പ്രോഗ്രസ് നിനക്കായിട്ടില്ല. ഞാൻ തെളിയിക്കും, വെളിപ്പെടുത്തും. പക്ഷെ അതുവരെ നീ ഇപ്പോൾ തൽക്കാലം ഞാൻ പറഞ്ഞാൽ കേട്ടാൽ മതി. നീ ഇപ്പം എൻ്റെ പേരൊന്നും അന്വേഷിക്കേണ്ട. കാരണം എന്താണ്? ആ ദൈവം ആരായിരുന്നു എന്ന്
വരുംകാലങ്ങളിലാണ് ദൈവം സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വിളിക്കുമ്പോൾ തന്നെ എല്ലാം കൂടി പറയുമല്ല, അതൊക്കെ അവർ ആ ദൈവത്തെ അറിഞ്ഞു തുടങ്ങുന്ന നമ്മൾ പിന്നീട് കാണുന്നത്. അവരുടെ കൂടെ നടക്കുന്ന മേഘസ്തംഭമായും അഗ്നിത്തൂണൊക്കെ ആയിട്ട് അവരുടെ കൂടെ നടക്കുന്ന, അവർക്ക് നിയമങ്ങൾ കൊടുക്കുന്ന, അവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന, പ്രചോദിപ്പിക്കുന്ന, പ്രവാചകന്മാരോട് സംസാരിക്കുന്ന ഒരു ദൈവത്തെ ആദ്യം അവർ അനുഭവിച്ചറിയട്ടെ, എന്നിട്ട് പറയാൻ ബാക്കി എന്ന് ദൈവം വിചാരിച്ചു. അതുകൊണ്ട് പഴയ നിയമത്തിൽ മുഴുവനും ദൈവം അവർക്ക് സമീപസ്ഥനായിരുന്നു. പല വിധത്തിൽ അവർ ദൈവത്തിന്റെ പ്രത്യേകതകൾ അറിഞ്ഞു. എന്നാൽ ആ ദൈവം ആരാണ് എന്നറിയുന്നത് അറിയാൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യുമായിരുന്നു. ആ ദൈവം നേരിട്ട് വന്ന് ഈ ഭൂമിയിൽ വന്ന് ജീവിച്ച് നമ്മളോട് സംസാരിച്ച് വെളിപ്പെടുത്തി ആരാണ് ദൈവം. അവിടുന്ന് വെളിപ്പെടുത്തി ഞാനും പിതാവും ഒന്നാണ്, പരിശുദ്ധാത്മാവും അതിൻ്റെ ഭാഗമാണ്, ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ യഹോവ എന്ന് ദൈവം വെളിപ്പെടുത്തിയതിൻ്റെ പ്രോപ്പർ മീനിങ് പൂർത്തിയാക്കുന്നു, അല്ലെങ്കിൽ യഹോവ എന്ന് സൂചിപ്പിച്ച ആ കാര്യം അതിനെ പിൻ പോയിന്റഡ് ആയിട്ട് സംസാരിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നാണ്. അപ്പോൾ അതുകൊണ്ട് പഴയ നിയമത്തിലെ ദൈവം വേറെ ഈ യഹോവ എന്ന് പറയുന്ന മറ്റൊരു ദൈവത്തിൻ്റെ പേരൊന്നുമല്ല. അവർക്ക് ഇസ്രായേലിന് സമീപസ്ഥനായിരുന്ന യഥാർത്ഥ ദൈവമാകുന്ന അവിടുന്ന് താൻ ആരാണ് എന്ന ചോദ്യത്തിന്റെ മറുപടി കൊടുത്തതാണ്. ഇനി വേറെ കാര്യമുണ്ട്, ഒരിക്കലും ദൈവത്തോട് പേര് ചോദിക്കാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ അസ്തിത്വം ചോദിക്കാൻ മാത്രം മനുഷ്യനായിട്ടില്ല എന്നുള്ള ധ്വനിയും ഒക്കെ അതിനകത്തുണ്ട്. ഇനി കൃത്യമായി പറഞ്ഞാൽ ഈ ദൈവം എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത് കത്തിപ്പടരുന്ന മുൾപ്പുറത്തിനകത്ത് കത്താതെ നിന്നുകൊണ്ടാണ്. സത്യത്തിൽ എന്താണ് നടക്കുന്നത് അറിയാമോ? അത് മിശിഹായെ സൂചിപ്പിക്കുന്ന ഒരു അടയാളമാണ്. ചില മാതാവിനെ പറയും മിശിഹായെ സൂചിപ്പിക്കുന്നത്, അതായത് കത്തിയിട്ടും കത്തിച്ചാമ്പാലാവാത്ത മുൾപ്പുറപ്പ്, അത് മരിച്ചിട്ടും ഇല്ലാതായി പോകാത്ത മിശിഹായെയാണ് പ്രതീകവൽക്കരിക്കുന്നതെന്ന് പിന്നീട് ആളുകൾക്ക് മനസ്സിലാവും. അതായത് ത്രിത്വൈക ദൈവം തന്നെയാണ് ഈ പഴയ നിയമത്തിലും എന്നല്ല എല്ലാ സമയത്തും പ്രത്യക്ഷപ്പെടുന്നത്. പിതാവും പുത്രനും ഒന്നായിരിക്കുന്നത് കൊണ്ട് പിതാവിനടുത്ത് പുത്രനുമുണ്ട്, പുത്രനടുത്ത് പിതാവുമുണ്ട്. അതുകൊണ്ട് അത് ദൈവം വീണ്ടും പരിപൂർണ്ണമായും വെളിപ്പെടുന്ന പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴാണ്. എന്നാൽ പഴയ നിയമത്തിൽ ഞാനാകുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം നീ അത്ര അറിഞ്ഞാൽ മതി എന്നതിൻ്റെ അർത്ഥം, പരിപൂർണ്ണ ഉണ്മയാകുന്ന ദൈവമാണ് ഞാൻ എന്നതിൻ്റെ അർത്ഥം. ഒരിക്കലും യഹോവ പഴയ നിയമ കാലഘട്ടത്തിലെ ഒരു പിശാചോ അല്ലെങ്കിൽ അനേകം ദൈവങ്ങളിൽ ഒരു ദൈവമോ പിന്നീട് ഇസ്രായേൽക്കാർ മറ്റൊരു ദൈവത്തെ കണ്ടെത്തി ശരിയായ ദൈവത്തെ കണ്ടെത്തിയതോ ഒന്നും അല്ല എന്ന് തീർത്ത് തന്നെ പറയണം. താങ്ക് യു. അച്ഛാ ഒരു ചോദ്യം കൂടെ എടുക്കാൻ എസ് കെ അച്ഛാ, ഒരു മിനിറ്റ്, നമ്മൾ ഇനി ഒരു മിനിറ്റ് മാത്രം കൂടി അച്ഛാ ഒരു ചോദ്യം കൂടെ എടുക്കാൻ. ഓക്കെ, ആടം ചോദ്യം ഞങ്ങൾ മോശമാരെ എല്ലാം അവോയ്ഡ് ചെയ്തതാണ്. എനിക്കൊരു ചോദ്യം, അച്ഛൻ സമയം അതൊന്ന് പെട്ടെന്ന് ചോദിക്കാം. അച്ഛൻ ഞാനൊരു സാധാരണ ഒരു കത്തോലിക്ക വിശ്വാസിയാണ്, സാധാരണ വീട്ടിൽ. അപ്പം ഇപ്പം ഞാൻ ഇപ്പോൾ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ അമ്മച്ചി ഒരിക്കലും ഈ യഹോവയെ പറ്റി പറഞ്ഞു തന്നിട്ടില്ല. ത്രിത്വസ്തുതിയാണ്, ഈശോയെക്കുറിച്ചും ത്രിത്വസ്തുതിയാണ് എനിക്ക് ചെറുപ്പം മുതലേ പറഞ്ഞു കിട്ടിയത്. ഇപ്പം നമ്മൾ കൂടുതൽ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴാണ് യഹോവയും അമ്മയുടെ പ്രാധാന്യം യഹോവയ്ക്ക് കൊടുക്കുക, ക്രിസ്തുവിനെ ഒരു ദൂതനായി കാണുക, അതല്ലെങ്കിൽ പിതാവിനെയൊക്കെ ചെറിയ എന്തോ ഒരു സാധനമായി കാണുക. ഇതൊക്കെ കാണുമ്പോൾ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് എന്ത് ചെയ്യണം? അച്ഛനൊരു ചെറിയൊരു സിമ്പിളായിട്ട് പറഞ്ഞു തരാമെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അതായത് ഈ പുതിയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ യഹോവയെക്കുറിച്ചല്ല പറയേണ്ടതെന്ന് മാത്രം വിചാരിച്ചാൽ മതി. പഴയ നിയമ ജനതയുടെ അറിവ് യഹോവയെന്നായിരുന്നു. ഇന്ന് നമുക്ക് ആ ദൈവം ത്രിത്വമാണെന്ന് അറിയാം. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നത്. ഇപ്പോൾ യഹോവ എന്നുള്ള പേര് തന്നെ ഒരു പഴയ നിയമ ബൈബിൾ പഠനത്തിന് മാത്രമേ ഉപയോഗിക്കേണ്ടൂ. പഴയ നിയമ പഠനത്തിന് മാത്രമേ ആ പേര് തന്നെ ഉപയോഗിക്കേണ്ടൂ. എന്നാൽ ഒത്തിരി ആളുകൾ ഇതൊന്നും സ്വന്തം നിലയ്ക്ക് ബൈബിൾ വായിക്കാനിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരതുകൊണ്ട് യഹോവയുടെ മതക്കാർ, യഹോവയുടെ ആൾക്കാരാണ് ഞങ്ങൾ, പുതിയ നിയമമൊക്കെ തെറ്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ ഒത്തിരി ആളുകളുടെ പലതരം പോസ്റ്റുകൾ സാധനമൊക്കെ ഞാനും കാണാൻ ഇടവന്നിട്ടുണ്ട്. അത് തീർത്തും അജ്ഞതയാണ്, പൂർണ്ണമായ അജ്ഞത. സ്വന്തം നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ വായിച്ച് മനസ്സിലാക്കി പഴയ നിയമത്തിൽ ഒരു കഷ്ണം എടുത്തു, അതിനകത്ത് അങ്ങനെ ഒരു കാര്യം കണ്ടു, എന്നാൽ പിന്നെ അതാണ് ദൈവം. പുതിയ നിയമത്തിലെ ഒന്നും ശരിയുള്ളതല്ല. നോക്കുക, ഈശോ തന്നെ പറയുന്നത് പുതിയത് ഉദിക്കുമ്പോൾ പഴയത് അസ്തമിക്കുന്നു എന്നാണ്. ഈ വെളിപാടിന്റെ പൂർണ്ണത മിശിഹ എന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മിശിഹ എന്ന വ്യക്തിയിലാണ് പൂർണ്ണമാകുന്നത്. ആ വ്യക്തിയുടെ ജീവിതവും വാക്കുകളും പ്രവൃത്തികളും അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് രേഖപ്പെടുത്തിയത് മാത്രമാണ് പുതിയ നിയമം പോലും. അപ്പോൾ അതുകൊണ്ട് മിശിഹായിലേക്കാണ് നോക്കേണ്ടത്. ക്രൈസ്തവ വിശ്വാസം മിശിഹ എന്ന ക്രിസ്തു എന്ന വ്യക്തിയെ, ദൈവിക വ്യക്തിയെ ഫോക്കസ് ചെയ്തുള്ളതാണ്. ഈശോയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, ഈശോ എന്ന വ്യക്തിയിലാണ്. അവിടുന്ന് വെളിപ്പെടുത്തുന്നതിലൊക്കെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യഹോവയെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കാരണം അതിനേക്കാൾ പൂർണ്ണതയുള്ള വെളിപാട് അതിൽ തന്നെ സംഭവിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്ന് പിൽക്കാലത്ത് ദൈവം തന്നെ പൂർണ്ണമായും വെളിപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് അപൂർണ്ണമായത് അസ്തമിക്കുന്നു. നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് വെറുതെ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. അങ്ങനെ യഹോവ എന്ന് പറഞ്ഞ് നടക്കുന്നവരെ പഴയ നിയമത്തിലെ ആ അപൂർണ്ണ വെളിപാടിന്റെ ആൾക്കാരുടെ ഗണത്തിലേക്ക് പെടുത്തേണ്ട കാര്യമേ ഉള്ളൂ. പെട്ടെന്നൊരു ചോദ്യം ഫോളോ അപ്പ് ആണ്. അതായത് അച്ചോ ഇപ്പോ ഒന്ന് മ്യൂട്ട്. അച്ചോ ഈ ചില ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സെക്റ്റുകൾ അവർ പരിശുദ്ധ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിക്കാത്ത ഒരു വ്യക്തിയാണ് യേശു ക്രിസ്തു എന്ന് അവർ പറയുന്നു. അതായത് അവർ അങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അവരുടെ വിശ്വാസം അങ്ങനെ തന്നെയാണ്. ഏതൊരു സെലസ്റ്റിയൽ ഫസ്റ്റ് തിയറി, അതായത് അങ്ങനെ, അതായത് ആദ്യമ സഭാപിതാക്കന്മാർ തള്ളിയിട്ടുള്ള ഒരു വിശ്വാസം വാട്ടവർ. അത് അങ്ങനെ ഒരു ക്രിസ്ത്യൻ വ്യൂ ഉണ്ട്, ക്രിസ്റ്റോളജിക്കൽ വ്യൂ ഉള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സെക്റ്റ് ആ പർട്ടിക്കുലർ ബൈബിളിൽ നിന്ന് ആള് പഴയ നിയമത്തിലേക്ക്, ക്രിസ്റ്റോ സെൻട്രിക് റീഡിംഗ് ആണ് സഭ നമ്മൾ ഉദ്ബോധിപ്പിക്കുന്നത്, ആ ഫോൾട്ടി ക്രിസ്റ്റോളജി വെച്ചിട്ട് നമ്മൾ പഴയ നിയമത്തിലേക്ക് സ്കാൻ ചെയ്യുകയാണെങ്കിൽ ആൾക്ക് ദൈവത്തിന്റെ ഇത് കാണാൻ സാധ്യമാണോ? അതായത് സഭ അല്ലെങ്കിൽ ക്രീഡ് അല്ലെങ്കിൽ ഇത് പറയാത്ത ഒരു ക്രിസ്തു, ആ ക്രിസ്തു ആണ് അവർക്ക് അവരുടെ ക്രിസ്റ്റോളജിക്കൽ സെൻസ് എങ്കിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസമെങ്കിൽ അവർ റീഡ് ചെയ്യുന്ന, അവർ പഴയ ദൈവത്തിന്റെ സ്ക്രിപ്ചറിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു കറക്റ്റ് ഗോഡ് വ്യൂവിലേക്ക് എത്താൻ സാധ്യമാണോ? എനിക്ക് ചോദ്യം ശരിക്കും മനസ്സിലായില്ല. എനിക്ക് ഏതാണ്ട് മനസ്സിലായി വെച്ച് പറയാം. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെയും സഭയുടെയും വിശ്വാസം എന്താണെന്ന് അറിയുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ലോകത്ത് ധാരാളം ഭാഷണതകളുണ്ട്, ഒത്തിരി ക്രിസ്റ്റോളജിക്കൽ ഭാഷണതകളുണ്ട്, ന്യൂമറ്റോളജിക്കൽ ഭാഷണതകളുണ്ട്. അതായത് സഭ പഠിപ്പിക്കുന്നത് അല്പം ഒന്ന് ഒരു വർഷം വായിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെയാണെന്ന് തോന്നി, എന്നാൽ പിന്നെ അത് അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പം ദൈവത്തിന് ഈശോയുടെ വ്യക്തിത്വത്തെക്കുറിച്ച്, ഈശോ ഏത് തരത്തിലുള്ളതാണ്, ഒരു ശരിക്കും ദൈവമായിരുന്നു, മനുഷ്യനെ പോലെ കാണപ്പെടുന്നേ ഉള്ളൂ, പകുതി ദൈവം, പുറത്ത് ദൈവം, മനുഷ്യനും അകത്ത് ദൈവം, ഇങ്ങനെ തുടങ്ങുന്ന ഒത്തിരി ഭാഷണതകൾ പല സ്ഥലത്ത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മനുഷ്യർക്ക് അങ്ങനെ ഒരു ആവേശമുണ്ട്, ഏതെങ്കിലും പുതിയ കാര്യം കാരണം കേട്ടു, അല്ലെങ്കിൽ രണ്ട് ന്യായങ്ങളൊക്കെ ഏതെങ്കിലും ഭാഗങ്ങൾ എടുത്ത് വെച്ചിട്ട് പറഞ്ഞു, അവിടെ നല്ല നമ്മൾ കേൾക്കേണ്ടത് സഭ എങ്ങനെ പഠിപ്പിക്കുന്നതാണ്, സഭ
സഭയുടെ വിശ്വാസം, ആദിമസഭ മുതലുള്ള വിശ്വാസം എങ്ങനെ നൽകപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ മറിയത്തിൽ നിന്ന് ശരീരം എടുത്തു എന്നതിനെക്കുറിച്ച് ഒരു പുനർവിചിന്തനത്തിന് ആവശ്യം പോലും വരുന്നില്ല. വിശുദ്ധ ഗ്രന്ഥങ്ങൾ അത് സുവ്യക്തമായി അവതരിപ്പിക്കുന്നു. സഭ അത് തന്റെ ഡോക്ടറിനെ ഉപയോഗിച്ച് വ്യക്തമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുകയും ചെയ്യാവുന്നതാണ്. സത്യവിശ്വാസം എന്താണെന്ന് കേൾക്കുകയും അതിന് വിരുദ്ധമായവയെ നമ്മൾ പിന്നീട് എക്സ്പ്ലനേഷൻ പോലും കൊടുക്കാതെ തള്ളിക്കളയും ചെയ്യാവുന്ന. കാരണം എന്താ വെച്ചാൽ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളിലൂടെ സഭ ഇതിനെയൊക്കെ വിവേചിക്കുകയും ആവർത്തിച്ച് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്, തെറ്റുകളെ തിരുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ കൃത്യമായ ന്യായങ്ങളും കാരണങ്ങളും എല്ലാം അവൈലബിൾ ആണ്. നമ്മൾ ബേസിക്കലി ആ ഒരു കാര്യം മാത്രം ഓർത്താൽ ഒരു കോൺക്രീറ്റ് കേസുകളിൽ നമുക്ക് കൃത്യമായി അന്വേഷിച്ച് കണ്ടുപിടിക്കാനും പറയാനൊക്കെ പറ്റും. ഞാൻ ജനറൽ ആയിട്ടാണ് പറഞ്ഞത്. എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, അച്ഛന്റെ സമയം കഴിഞ്ഞ് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും പലർക്കും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇനി ഒരു അവസരത്തിൽ നമുക്ക് അതിന് അവസരം ഉണ്ടാകുമെന്ന് കരുതുന്നു. അച്ഛൻ ഇവിടെ വരികയും ഞങ്ങളോട് കൂടെ ഇത്രയും സമയം ചെലവഴിക്കുകയും ചെയ്തതിന് നന്ദി. ഞാൻ അവസാനമായിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള ഒരു സീരീസ്, ഞാൻ ഒരു പഠന പരമ്പര ശരിക്കും പറഞ്ഞാൽ അത് ക്രമാനുക്രമമായി പറഞ്ഞു വന്നാലാണ് കുറച്ച് നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഒത്തിരി പാടില്ല. അത് ഈ പ്രവാചക ശബ്ദത്തിന്റെ സൂം നടത്തുന്നുണ്ട്. അതിന്റെ അവസാനം 1 മണിക്കൂറോളം സമയം ഇതുപോലെ ചോദ്യം ചോദിക്കാൻ ഇടുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാണ്ട് അതിനകത്ത് കയറിയിട്ടും ചോദിക്കാവേ. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമുള്ളത്. നമുക്ക് എന്തെങ്കിലും അതിന്റെ ലിങ്ക് അതിന് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഓരോ ക്ലാസ്സുകൾ നടക്കുന്ന ഡീറ്റെയിൽസ് പ്ലേലിസ്റ്റ് ഉണ്ട്. ഒരു മിനിറ്റ് അച്ഛന് സമയമില്ല. അച്ഛന് കുർബാനയ്ക്ക് കയറേണ്ട സമയമായി. അതുകൊണ്ടാണ് ഞാൻ ബിനോയ് ബ്രദർ ഒരു വാക്ക് പറഞ്ഞ് നമുക്ക് റൂമിൽ ചെയ്യാം. ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യം ആള് കുറവായിരുന്നെങ്കിൽ പിന്നീട് കുറെ ആൾക്കാർ കയറിയിട്ടുണ്ട്. അത് നല്ല ഇതാണ്. അല്ല, എനിക്കൊരു നിർണായക ചോദിക്കാൻ സമയമില്ല. അച്ഛന് കുർബാനയ്ക്ക് കയറാനുള്ളത് കൊണ്ടാണ് നമ്മൾ അവസരം ഇനിയും അച്ഛനിപ്പോ പറഞ്ഞ ചോദ്യം ചോദിക്കാമെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ ലിങ്ക് ഇട്ട് തരാം. അജോ ബ്രദറെ, ഇവിടെ ഈ റൂമിന്റെ ഞങ്ങളെ ലിങ്ക് ഇട്ട് തരാം. നിങ്ങൾക്ക് അവിടെ കയറി ചോദിക്കാം. അത് വേറൊരു സൂം ഗ്രൂപ്പാണ്, ഇവിടെയല്ല. ഞാൻ പറഞ്ഞത് അച്ഛന് പെട്ടെന്ന് പോവാണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാം. അച്ഛനൊരു പ്രയറോട് കൂടി നിർത്താണ് നല്ലത്. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാമേ. ഞാൻ പറഞ്ഞ ചോദ്യം ചോദിക്കാനുള്ള അവൈലബിലിറ്റി ആ സൂം ക്ലാസ്സുകളിൽ നിരന്തരം കിടക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ആളുകൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിനകത്ത് കൂടുന്നതിനകത്തൊരു കുഴപ്പമില്ല കേട്ടോ. നമുക്ക് പ്രാർത്ഥിച്ചാൽ കുർബാന ഉള്ളതുകൊണ്ടാണ്. എല്ലാവരും പള്ളിയിൽ വെയിറ്റ് ചെയ്യുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.